നമസ്കാരം. SSC മലയാളിയുടെ കറണ്ട് അഫയേഴ്സിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ 18th മാർച്ച് ഓർഡിനൻസ് ഫാക്ടറീസ് ഡേ ആയിട്ടാണ് ഇന്ത്യയിൽ സെലിബ്രേറ്റ് ചെയ്തത്. ഈ ഓർഡിനൻസ് ഫാക്ടറി എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഓൾഡസ്റ്റ് പ്രൊഡക്ഷൻ യൂണിറ്റ് ആണ്. അത് കൊൽക്കത്തയിലെ കോസിപ്പൂരിലാണ് വന്നത്. 18th മാർച്ച് 1802 ഇത് സ്റ്റാർട്ട് ചെയ്തത്. ഈ ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ റൈഫിൾസ്, ഗൺസ്, അതുപോലെ ആർട്ടിലറി, അമ്യൂണിഷൻസ് ഇതെല്ലാം ഡിസ്പ്ലേ ചെയ്തുകൊണ്ടാണ് അതിന്റെ എല്ലാ എക്സിബിഷനോട് കൂടിയിട്ടാണ് ഈ ഡേ സെലിബ്രേറ്റ് ചെയ്തത്. OFD എന്ന് പറയുന്നത്, ഓർഡിനൻസ് ഫാക്ടറി എന്ന് പറയുന്നത് മിനിസ്ട്രി ഓഫ് ഡിഫൻസിന്റെ കീഴിൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡിഫൻസ് പ്രൊഡക്ഷന്റെ അണ്ടറിൽ ആണ് ഫംഗ്ഷൻ ചെയ്യുന്നത്. നെക്സ്റ്റ് 18th മാർച്ച് ഗ്ലോബൽ റീസൈക്ലിംഗ് ഡേ കൂടെയാണ്. ഇപ്രാവശ്യത്തെ തീം എന്ന് പറയുന്നത് #റീസൈക്ലിംഗ് ഹീറോസ് എന്നുള്ളതാണ്. അപ്പൊ ഗ്ലോബൽ റീസൈക്ലിംഗ് ഡേ ക്രിയേറ്റ് ചെയ്തത് 2018 നെക്സ്റ്റ് പാര ആർഷോ ആൻഡ് അർജുന അവാർഡി മിസ് ശീതൾ ദേവി വിൽ ബി ECI നാഷണൽ PWD ഐക്കൺ. അപ്പൊ മിസ് ശീതൾ ദേവി പാര ആർച്ചർ ആണ്. പാരാഒളിമ്പിക്സിൽ ആർച്ചറിൽ വിൻ ചെയ്തിരുന്നവര് അർജുന അവാർഡ് നേടിയിട്ടുണ്ടായിരുന്നു ഈ ഒരു വർഷം. നാഷണൽ ഐക്കൺ ഇൻ ദ പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ് കാറ്റഗറിയിൽ അവർ നാഷണൽ ഐക്കൺ ആയിട്ട്, അതായത് നമ്മുടെ ഇലക്ഷൻ കമ്മീഷന്റെ നാഷണൽ ഐക്കൺ ആയിട്ട് അവർ അനൗൺസ് ചെയ്തിരിക്കുകയാണ്. The commission launched a dedicated voters guide for PWDs and senior citizen electors. For senior citizen ആയിട്ടുള്ള ഇലക്ടേഴ്സിനും PWD ആയിട്ടുള്ള ഇലക്ടേഴ്സിനും അവരുടെ വോട്ടേഴ്സിന് ഗൈഡൻസ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയുടെ ഭാഗമായിട്ടാണ് ഇത്തരം ഒരു അനൗൺസ്മെന്റ് വന്നിരിക്കുന്നത്. നെക്സ്റ്റ്, രതൻ ടാറ്റ awarded PV നരസിംഹറാവു മെമ്മോറിയൽ അവാർഡ് ഫോർ ഫിലാന്ത്രോഫി വർക്ക്. ഇപ്പൊ രതൻ ടാറ്റ ഫോമർ ചെയർമാൻ ഓഫ് ടാറ്റ സൺസ് ആണ്. അദ്ദേഹത്തിന് PV നരസിംഹറാവു മെമ്മോറിയൽ അവാർഡ് കിട്ടിയിരിക്കുകയാണ്. ഫിലാന്ത്രോഫിക് കോൺട്രിബ്യൂഷൻസിനുള്ള ഔട്ട്സ്റ്റാൻഡിംഗ് പെർഫോമൻസിനാണ് ഈ ഒരു പ്രസ്റ്റീജിയസ് അവാർഡ് അദ്ദേഹത്തിന് കൊടുത്തത്. നെക്സ്റ്റ്, ഫോർമർ IAS ഓഫീസർ നവനീത് കുമാർ സേഹ്ഗൽ ടേക്സ് ചാർജ് as ന്യൂ പ്രസാർ ഭാരതി ചെയർമാൻ. ഇപ്പോ ഈ പോസ്റ്റ് എന്ന് പറയുന്നത് ഒരു 4 വർഷത്തെ ഗ്യാപ്പിന് ശേഷമാണ് ഫില്ല് ചെയ്യപ്പെടുന്നത്. ഇപ്പൊ സൂര്യപ്രകാശ് എന്ന് പറയുന്ന മുന്നത്തെ ചെയർമാൻ 2020 അദ്ദേഹത്തിന്റെ ടേം കംപ്ലീറ്റ് ചെയ്തിരുന്നു. അതിന് ശേഷം 4 വർഷത്തിന് ശേഷമാണ് ആ ഒരു പോസ്റ്റ് ഫില്ല് ചെയ്യപ്പെടുന്നത്. നെക്സ്റ്റ്, ഇൻഡിജീനിയസ് ഡ്രഗ്സ് ഫോർ സിക്കിൾ സെൽ ഡിസീസ് ഡെവലപ്ഡ്. അപ്പൊ ഡൽഹി ബേസ്ഡ് ആയിട്ടുള്ള ആക്ലൂസ് ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു കമ്പനി സിക്കിൾ സെൽ ഡിസീസിന് എതിരായിട്ട് ഒരു പുതിയ ഡ്രഗ് ഡെവലപ്പ് ചെയ്തു. ഈ ഡ്രഗ് എന്ന് പറയുന്നത് കൺട്രിയുടെ ആദ്യത്തെ തന്നെ ഇൻഡിജീനിയസ് ആയിട്ടുള്ള ഒന്നാണ്. റൂം ടെമ്പറേച്ചറിൽ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഡ്രഗ് ഫോർ സിക്കിൾ സെൽ ഡിസീസ്. അപ്പോ ഇത് അവൈലബിൾ ആക്കുന്നത് ഗ്ലോബൽ പ്രൈസിന്റെ 1% എന്നുള്ള ഒരു കണക്കിൽ മാത്രമാണ്. വളരെ പ്രൈസ് കുറവായിട്ടാണ് ഇത് അവൈലബിൾ ആക്കുന്നത് ഇന്ത്യയിൽ. അപ്പൊ ഈ ഡ്രഗ് എന്ന് പറയുന്നത് ഇന്ത്യയെ സിക്കിൾ സെൽ ഫ്രീ ആക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഇപ്പൊ ഇന്ത്യ സിക്കിൾ സെൽ ഡിസീസ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ 10 മേജർ പ്രോബ്ലംസിൽ, അതായത് നമ്മുടെ ഹെൽത്തിനെ ബാധിക്കുന്ന 10 മേജർ പ്രോബ്ലംസിൽ ഒരു പ്രോബ്ലം ആയിട്ടാണ് കണക്കാക്കുന്നത്. മെയിൻ ആയിട്ട് ട്രൈബൽ പീപ്പിൾസിലാണ് ഇത് എഫക്ട് ചെയ്തതായിട്ട് കാണുന്നത്. ഇപ്പൊ സെൻട്രൽ ഗവൺമെന്റ് റീസെന്റ് സിക്കിൾ സെൽ ഡിസീസ് 2047 ആവുമ്പോഴത്തേക്കും എലിമിനേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മിഷൻ ലോഞ്ച് ചെയ്തിരുന്നു. അപ്പൊ ഈ സിക്കിൾ സെൽ ഡിസീസിനെതിരായിട്ട് കണ്ടുപിടിച്ച ഡ്രഗ് ആ ഒരു മിഷനിലേക്ക് നമ്മളെ സഹായിക്കുന്നതായിരിക്കും. നെക്സ്റ്റ്, 10th എഡിഷൻ ഓഫ് ജോയിന്റ് മിലിറ്ററി എക്സസൈസ് ലാമിറ്റിയെ 2024. അപ്പോൾ അറൌണ്ട് ഒരു 45 മിലിറ്ററി പേഴ്സണൽസ്, അത് ഖോർക്ക റൈഫിൾസിൽ നിന്നും ഇന്ത്യൻ ആർമിയുടെ ഖൂർക്ക റൈഫിൾസിൽ നിന്നും അതുപോലെ സ്പീഷ്യൽസ് ഡിഫൻസ് ഫോഴ്സിൽ നിന്നുള്ള ആൾക്കാർ ഇതിനകത്ത് പങ്കെടുത്തിട്ടുണ്ട്. 10 ഡേ ജോയിന്റ് മിലിറ്ററി എക്സസൈസ് ആണ് ഈ ലാമിറ്റിയെ 2024 എന്ന് പറയുന്നത്. മാർച്ച് 18 മുതൽ 27 വരെ സ്പീഷ്യൽസിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. ലാമിറ്റിയെ എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്ഷിപ്പ് എന്നാണ് അർത്ഥം. അതൊരു ബൈനിയൽ ട്രെയിനിങ് ഇവന്റ് ആണ്. കണ്ടക്ട് ചെയ്യുന്ന സീഷ്യൽസ് ആണ്. 2001 മുതൽ തന്നെ അവർ അത് കണ്ടക്ട് ചെയ്ത് വരുന്നുണ്ട്. നെക്സ്റ്റ്, സെന്റർ ലോഞ്ചസ് alternate auto fuel ethanol 100. ഇപ്പൊ മിനിസ്റ്റർ ഓഫ് പെട്രോളിയം ആൻഡ് നാച്ചുറൽ ഗ്യാസ് ഹർദീപ് സിംഗ് പുരി എത്തനോൾ 100 ലോഞ്ച് ചെയ്തു. ഇത് ന്യൂഡൽഹിയിലെ ഓട്ടോ ഫ്യൂവലിനെ ഓൾട്ടർനേറ്റ് ചെയ്തുകൊണ്ട് വന്നതാണ്. അപ്പൊ എത്തനോൾ 100 എന്ന് പറയുന്നത് ഒരു ക്ലീനർ ആൻഡ് ഗ്രീനർ ഓൾട്ടർനേറ്റീവ് ആണ്. ഗ്യാസോലിന് പകരമായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇറ്റ്സ് എ ബ്ലെൻഡ് ഓഫ് 92 to 94% ഓഫ് എത്തനോൾ. പിന്നെ 4 to 5% മോട്ടോർ സ്പിരിറ്റും ഫ്ലെയിമും കളറൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് അതും ആഡ് ചെയ്തിട്ടുണ്ട്. 1.5% കോ സോൾവെന്റ്, ഹയർ സാച്ചുറേറ്റഡ് ആൽക്കഹോളും ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഒരു കമ്പോസിഷൻ ആണ് ഇവിടെ പറഞ്ഞത്. അപ്പൊ ഇന്ത്യൻ ഓയിൽ ഹാസ് റോളിംഗ് ഔട്ട് എത്തനോൾ 100 at 183 റീറ്റെയിൽ ഔട്ട്ലെറ്റ്സ് അക്രോസ് എത്തനോൾ റിച്ച് സ്റ്റേറ്റ്സ് ഓഫ് ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര,
കർണാടക, തമിഴ്നാട്, ഡൽഹി. അപ്പോൾ ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര, കർണാടക, തമിഴ്നാട്, ഡൽഹി ഈ പ്രദേശങ്ങളിലൊക്കെ എത്തനോൾ റിച്ച് ആയിട്ടുള്ള സ്റ്റേറ്റ്സ് ആണ്. അപ്പൊ അവിടെയാണ് ഈ ഔട്ട്ലെറ്റ്സ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരിക്കുന്നത് എത്തനോൾ 100ന്റെ. അപ്പൊ ഗവൺമെന്റ് ഒരു 20% എത്തനോൾ പെട്രോൾ ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് 2025-26 ആകുമ്പോഴത്തേക്കും ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എയിം ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ്, യൂണിയൻ മിനിസ്റ്റർ പീയൂഷ് ഗോയൽ ഇനാഗ്രേറ്റ്സ് നാഷണൽ ടൈം പ്രോട്ടോകോൾ NTP ഫോർ ഡിസെമിനേഷൻ ഓഫ് IST ഇൻ മുംബൈ. അപ്പോൾ ഇറ്റ് വിൽ പ്രൊവൈഡ് എ യൂണിഫോം ആൻഡ് പ്രിസൈസ് ടൈം ഇൻഫർമേഷൻ. ഒരു മില്ലി സെക്കൻഡ്സിന്റെ അക്യൂറസി കൂടി തന്നെ നമ്മുടെ സൈബർ സെക്യൂരിറ്റി ഒക്കെ ഇൻക്രീസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ടൈം ഇൻഫർമേഷൻ നമ്മളെ സഹായിക്കും. ഏർലിയർ ടൈം എന്ന് പറയുന്നത് ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റത്തിനെ സോഴ്സ് ചെയ്തുകൊണ്ടായിരുന്നു നമ്മൾ പറഞ്ഞിരുന്നത്. അപ്പൊ ഇപ്പൊ നമുക്ക് നമ്മുടേതായിട്ടൊരു സിസ്റ്റം വന്നിരിക്കുകയാണ്. അതാണ് നാവിഗേഷൻ വിത്ത് ഇന്ത്യൻ കോൺസ്റ്റലേഷൻ. നാവിക് ആയിട്ട് അവരുടെ ഹെൽപ്പോട് കൂടി, നാവിക്കിന്റെ ഹെൽപ്പോട് കൂടിയിട്ടാണ് നമ്മൾ നമ്മുടേതായിട്ടൊരു സിസ്റ്റം ഡെവലപ്പ് ചെയ്തത്. അപ്പൊ എല്ലാ മൊബൈൽ ഓപ്പറേറ്റേഴ്സും, കൺട്രിക്ക് അക്രോസ് ചെയ്തിരിക്കുന്ന എല്ലാ മൊബൈൽ ഓപ്പറേറ്റേഴ്സിലും ഇത് ഈ ഒരു സിസ്റ്റം സിങ്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോ ഇന്ത്യ എന്ന് പറയുന്നത് ഇത്തരത്തിലൊരു ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം, ടൈം ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ഇംപ്ലിമെന്റ് ചെയ്യുന്ന ആദ്യത്തെ കൺട്രിയെ മാറിയിരിക്കുകയാണ്. അപ്പൊ ഈ ഇയർ ഉണ്ടാവുമ്പോഴത്തേക്കും ആറ്റോമിക് ക്ലോക്ക് എന്ന് പറയുന്നത് റീജിയണൽ റെഫറൻസ് സ്റ്റാൻഡേർഡ് ലബോറട്ടറി ബാംഗ്ലൂരിലും ഭുവനേശ്വറിലും ഗുവാഹട്ടിയിലും ഡൽഹിയിലും ഒക്കെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ആറ്റോമിക് ക്ലോക്ക് എന്ന് പറഞ്ഞാൽ എന്താ? ഹൈലി അക്യൂറേറ്റ് ആയിട്ടുള്ള ടൈം കീപ്പിംഗ് ഡിവൈസ് ആണ് ആറ്റോമിക് ക്ലോക്ക്. അപ്പൊ ഇത് അതായത് ആറ്റത്തിന്റെ വൈബ്രേഷൻ യൂസ് ചെയ്തുകൊണ്ടാണ് ടൈം മെഷർ ചെയ്യുന്നത്. അപ്പൊ ഇത് കുറെ ആപ്ലിക്കേഷൻസ് ഉണ്ട് ഇതിന്. മെയിൻ ആയിട്ട് ടൈം പ്രിസൈസ് ആയിട്ട് അറിയാൻ പറ്റും. അതായത് GPS സിസ്റ്റത്തിലും സയന്റിഫിക് റിസർച്ചിലൊക്കെ നമുക്കിത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. Next, government to conduct foundational literacy and numeracy assessment test as part of Now Bharat Saksharata Karyakram. Approximately 37 lakh learners national wide assessment appear ചെയ്യുന്നുണ്ട്. ഈ അസസ്മെന്റ് കംപ്രൈസ് ചെയ്തിരിക്കുന്ന 3 സബ്ജക്ട്സ് ആണ്: റീഡിംഗ്, റൈറ്റിംഗ് ആൻഡ് ന്യൂമറസി. ഈ ടെസ്റ്റ് എന്ന് പറയുന്നത് കണ്ടക്ട് ചെയ്യുന്നത് റീജിയണൽ ലാംഗ്വേജസിലാണ്, ലേണേഴ്സിന്റെ റീജിയണൽ ലാംഗ്വേജസിൽ. ഇപ്പൊ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 ഫോക്കസ് ആണ് ഈ മൾട്ടി ലിംഗ്വലിസം പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളത്. ഈ ടെസ്റ്റ് എന്ന് പറയുന്നത് ടീച്ചിങ് ലേണിംഗ് സെക്ഷൻസ് ഒക്കെ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഉല്ലാസ് നവഭാരത് സാക്ഷരത കാര്യക്രമത്തിന്റെ പാർട്ടായിട്ടാണ് ഇത് കണ്ടക്ട് ചെയ്യുന്നത്. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 റെക്കമെൻഡേഷൻ പ്രകാരം ഗവൺമെന്റ് ഓഫ് ഇന്ത്യ സെൻട്രലി സ്പോൺസേർഡ് ആയിട്ടുള്ള സ്കീംസ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതിൽ ഒന്നാണ് ന്യൂ ഇന്ത്യ ലിറ്ററസി പ്രോഗ്രാം എന്ന് പറയുന്നത്. ഇതിന്റെ പോപ്പുലർലി അറിയപ്പെടുന്ന പേരാണ് ഉല്ലാസ്, അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് ലൈഫ് ലോങ് ലേണിംഗ് ഫോർ ഓൾ ഇൻ സൊസൈറ്റി എന്ന് പറയുന്നത്. ഇതൊരു 5 വർഷ കാലയളവിലേക്കാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. 2022 ലോഞ്ച് ചെയ്തു, 2027 വരെയാണ് അതിന്റെ ഒരു പീരീഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് ഏജ്ഡ്, അതായത് 15 ഇയേഴ്സിനും എബോ ആയിട്ടുള്ള ആൾക്കാരെ എംപവർ ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ ഒരു ഉദ്ദേശം. ഇത് റീഡിംഗ്, റൈറ്റിംഗ്, ന്യൂമറസി സ്കിൽസ് അല്ലാതെ തന്നെ ക്രിട്ടിക്കൽ ലൈഫ് സ്കിൽസ്, അതായത് ലൈഫ് ലോങ് ലേണിംഗും എൻകറേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്രിട്ടിക്കൽ ലൈഫ് സ്കിൽസും ഇവിടെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനുള്ള ഹെൽപ്പും ചെയ്തു കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ്, ഇന്ത്യൻ അത്ലറ്റ് ഗുൽവീർ സിംഗ് ഷാറ്റേഴ്സ് നാഷണൽ റെക്കോർഡ് ബൈ ഓവർ 20 സെക്കൻഡ്സ്. ഏഷ്യൻ ഗെയിംസിൽ ബ്രോൺസ് മെഡലിസ്റ്റ് ആയിട്ടുള്ള അത്ലറ്റ് ആണ് ഗുൽവീർ സിംഗ്. 16-year-old നാഷണൽ റെക്കോർഡ് അദ്ദേഹം മെൻസിന്റെ 1000 മീറ്ററിൽ 10,000 മീറ്ററിൽ സെക്കൻഡ്സിന്റെ ടൈം കൊണ്ട് ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. 20 സെക്കൻഡ്സിന്റെ റെക്കോർഡ് ബ്രേക്ക് ചെയ്ത് മുന്നോട്ട് പോയിരിക്കുകയാണ്. ഈ റെക്കോർഡ് എന്ന് പറയുന്നത് സുരേന്ദ്ര സിംഗ്സിന്റെ നെയിമിൽ 2008 അത് വന്നിരുന്നത്. ഇപ്പൊ ഏഷ്യൻ ഗെയിംസ് ബ്രോൺസ് മെഡലിസ്റ്റ് ആയിട്ടുള്ള ബട്ട് ഫെയിൽ ടു ക്വാളിഫൈ ഫോർ പാരീസ് ഒളിമ്പിക് ഗെയിംസ്. പക്ഷെ അദ്ദേഹത്തിന് ക്വാളിഫിക്കേഷൻ കിട്ടിയില്ലെങ്കിലും അദ്ദേഹത്തിന്റെ ടൈം എന്ന് പറയുന്നത് ഒരു റെക്കോർഡ് ഭേദിച്ച ഒരു ടൈമിംഗ് ആയിരുന്നു. 19th മാർച്ച് സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ് സെലിബ്രേറ്റഡ് CRPF ഡേ. സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ് CRPF ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത് 19th മാർച്ച് ആണ്. ഇതിന്റെ ഭാഗമായിട്ട് CRPF ഡേയുടെ ഭാഗമായിട്ട് UP-യിൽ മാർച്ച് 19 ഒരു ഗ്രാൻഡ് പരേഡ് ഓർഗനൈസ് ചെയ്തിരുന്നു. അപ്പോൾ മാർച്ച് 1950 സർദാർ വല്ലഭായ് പട്ടേൽ നമ്മുടെ ഹോം മിനിസ്റ്റർ ആയിരുന്നു ആ സമയത്ത്. അദ്ദേഹമാണ് President's colors to CRPF. He represented the President's colors to CRPF. CRPF എന്ന് പറയുന്നത് ആദ്യത്തെ ഫസ്റ്റ് CAPF ആണ്. ഈ കളേഴ്സ് റിസീവ് ചെയ്യുന്ന ആദ്യത്തെ CAPF ആണ്. അപ്പൊ CRPF എന്ന് പറയുന്നത് 27 ജൂലൈ 1939 അത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ക്രൗൺ റെപ്രസെന്റേറ്റീവ് പോലീസ് എന്നായിരുന്നു അപ്പൊ അതിന്റെ ഒരു പേര്. പിന്നീട് ഡിസംബർ 28, 1949 സർദാർ പട്ടേൽ ആണ് ഇതിനെ റീനെയിം ചെയ്ത് സെൻട്രൽ
റിസർവ് പോലീസ് ഫോഴ്സ് എന്നാക്കി മാറ്റിയത്. ഇപ്പൊ ഡയറക്ടർ ജനറൽ ഓഫ് CRPF ഇപ്പോ അനീഷ് ദയാൽ സിംഗ് ആണ്. 20th മാർച്ച് വേൾഡ് സ്പാരോ ഡേ ആണ്. ഈ പ്രാവശ്യം തീം എന്ന് പറയുന്നത് സ്പാരോസ്, ഐ ലവ് സ്പാരോസ് ആൻഡ് വി ലവ് സ്പാരോസ് എന്നുള്ളതാണ്. ഇനി മാർച്ച് 20 ഇന്റർനാഷണൽ ഡേ ഓഫ് ഹാപ്പിനെസ് കൂടിയാണ്. അപ്പൊ ആനുവലി മാർച്ച് 20 നമ്മൾ ഇന്റർനാഷണൽ ഡേ ഓഫ് ഹാപ്പിനെസ് സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോ ഗ്ലോബൽ വെൽബീയിങ്ങിൽ ഹാപ്പിനെസിന്റെ സിഗ്നിഫിക്കൻസ് അക്നോളജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരം ഒരു സെലിബ്രേഷൻ കണ്ടക്ട് ചെയ്യുന്നത്. 2013 മുതൽ തന്നെ യുണൈറ്റഡ് നേഷൻസ് ഈ ഒരു ഡേ റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ട്. പീപ്പിൾസിന്റെ ലൈഫിൽ ഹാപ്പിനെസിന്റെ ഇമ്പോർട്ടൻസ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം ഒരു ഡേ സെലിബ്രേഷൻ നടക്കുന്നത്. ഇപ്പോ UN 17 സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് ലോഞ്ച് ചെയ്തിരുന്നു 2015. അത് പോവർട്ടി അഡ്രസ് ചെയ്യുക, അതുപോലെ ഇൻഇക്വാലിറ്റി റിഡ്യൂസ് ചെയ്യാം, എൻവയോൺമെന്റിനെ പ്രിസർവ് ചെയ്യുക, മറ്റുള്ള എല്ലാ എസെൻഷ്യൽ ഫാക്ടേഴ്സും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഓവറോൾ ഹാപ്പിനെസ് ആൻഡ് വെൽബീയിങ്ങിലേക്കാണ്. മാർച്ച് 20 വേൾഡ് ഓറൽ ഹെൽത്ത് ഡേ കൂടെയാണ്. മാർച്ച് 20 വേൾഡ് ഓറൽ ഹെൽത്ത് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. ഓറൽ ഹെൽത്തിന്റെ ഇമ്പോർട്ടൻസും ഒരു അവയർനെസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരമൊരു ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇപ്രാവശ്യത്തെ തീം എന്ന് പറയുന്നത് ബി പ്രൗഡ് ഓഫ് യുവർ മൗത്ത്, എംഫസൈസസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് വാല്യൂയിങ് ആൻഡ് കെയറിംഗ് ഓഫ് ഓറൽ ഹെൽത്ത് എന്നുള്ളതാണ്. മാർച്ച് 21 വേൾഡ് ഫോറസ്ട്രി ഡേ കൂടെയാണ്. അപ്പൊ എല്ലാ വർഷവും മാർച്ച് 21 വേൾഡ് ഫോറസ്ട്രി ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് നമ്മുടെ എർത്തിന്റെ എക്കോളജിക്കൽ ബാലൻസ് നിലനിർത്താൻ വേണ്ടി ഫോറസ്റ്റിന്റെ കോൺട്രിബ്യൂഷനും ഇമ്പോർട്ടൻസ് ഒക്കെ മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മൾ ഈ ഒരു ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പൊ 1971 ആണ് ഇത് ആദ്യമായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തത്. 23rd ജനറൽ അസംബ്ലി ഓഫ് യൂറോപ്യൻ കോൺഫെഡറേഷൻ ഓഫ് അഗ്രികൾച്ചറിന്റെ ഭാഗമായിട്ട് നമ്മുടെ ഫ്യൂച്ചർ പ്ലാനറ്റിന് വേണ്ടിയിട്ടുള്ള സസ്റ്റൈനബിൾ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോറസ്റ്റിന്റെ സിഗ്നിഫിക്കൻസ് മനസ്സിലാക്കിക്കൊണ്ട് ആണ് ഇത്തരം ഒരു ഡേയുടെ സെലിബ്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി മാർച്ച് 21 വേൾഡ് ഡൗൺ സിൻഡ്രോം ഡേയും കൂടെയാണ്. അപ്പൊ ഓരോ വർഷം മാർച്ച് 21 വേൾഡ് ഡൗൺ സിൻഡ്രോം ഡേയും കൂടെ ഒബ്സർവ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഡൗൺ സിൻഡ്രോം എന്ന് പറയുന്ന ഒരു ക്രോമസോമൽ കണ്ടീഷനിൽ വേരിയേഷൻ വരുമ്പോഴാണ് അങ്ങനെ ഒരു ഡിസീസ് ഉണ്ടാവുന്നത്. നാച്ചുറലി ഹ്യൂമൻസിൽ കാണുന്നുണ്ട്. മെയിൻ ആയിട്ട് നമ്മുടെ ലേണിംഗ് സ്റ്റൈൽസിനെയും ഫിസിക്കൽ ട്രേറ്റ്സിനെയും നമ്മുടെ ഹെൽത്തിനെയൊക്കെ ഓവറോൾ ബാധിക്കുന്ന ഒരു ഡിസീസ് ആണ് അത്. ഇപ്പോൾ UN ജനറൽ അസംബ്ലി ഡിസംബർ 2011 ഇത്തരം ഒരു ഡിസീസിനെ കുറിച്ചുള്ള ഇമ്പോർട്ടൻസും അതിനെ മനസ്സിലാക്കണമെന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ട് ഇത്തരം ഒരു ഡേയുടെ സെലിബ്രേഷൻ, ഇതൊരു സെലിബ്രേഷൻ എന്ന് പറയുന്നില്ല, അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ആ ഡേക്ക് അത്രയും ഒരു പ്രിഫറൻസ് കൊടുത്തിരിക്കുന്നത്. മാർച്ച് 21 വേൾഡ് പോയട്രി ഡേയും കൂടെയാണ്. ഇപ്പോ വേൾഡ് പോയട്രി ഡേ എന്ന് പറയുന്നത് എക്സ്ട്രാ ഓർഡിനറി കപ്പാസിറ്റി ഉള്ള പോയട്രീസിനെ അവരെ മനസ്സിലാക്കാനും അവരെ ഓണർ ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്ന ഒരു ഡേ ആണ്. അപ്പൊ ഈ ഡേ യുനെസ്കോ ആണ് അവരുടെ 30th സെക്ടർ പാരീസിൽ വെച്ച് നടന്നപ്പോൾ 1999 അവർ അവിടെ വെച്ചിട്ടാണ് ഈ പോയട്രീസിനെ അക്നോളജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലൊരു ഡേ വേണം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. നെക്സ്റ്റ്, IFS ഓഫീസർ വിനയ് കുമാർ അപ്പോയിന്റഡ് ആസ് അംബാസഡർ ഓഫ് ഇന്ത്യ ടു റഷ്യ. റഷ്യയിൽ നമ്മൾ അറിയാം, നമ്മുടെ ഓരോ രാജ്യത്തും ഇന്ത്യയുടെ അംബാസഡേഴ്സ് ഉണ്ടായിരിക്കും. അപ്പൊ ഇപ്രാവശ്യം റഷ്യയിലേക്ക് ഇന്ത്യയുടെ അംബാസഡർ ആയിട്ട് പോകുന്നത് IFS ഓഫീസർ ആയിട്ടുള്ള വിനയ് കുമാർ ആണ്. ഓക്കെ, പ്രസന്റ്ലി മിസ്റ്റർ കുമാർ മ്യാൻമറിലുള്ള ഇന്ത്യയുടെ അംബാസിഡർ ആണ്. PNG ഇന്ത്യ നെയിംസ് കുമാർ വെങ്കട സുബ്രഹ്മണ്യൻ ആസ് ന്യൂ CEO. അപ്പൊ PNG ഇന്ത്യ എന്ന് പറയുന്നത് അവരുടെ പുതിയ CEOനെ അപ്പോയിന്റ് ചെയ്തിരിക്കുകയാണ്, കുമാർ വെങ്കട സുബ്രഹ്മണ്യൻ. May 1, 2024 മുതൽ തന്നെ ഇത് ഇഫക്റ്റീവില് വരും. നെക്സ്റ്റ്, രാഹുൽ സിംഗ് അപ്പോയിന്റഡ് ആസ് ന്യൂ CBSE ചീഫ്. അപ്പൊ രാഹുൽ സിംഗ് സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷന്റെ ചെയർപേഴ്സൺ ആയിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അദ്ദേഹം സക്സീഡ് ചെയ്ത് വന്ന് നിധി ചിബറിനെയാണ് advisor in it has been named advisor in the Niti Aayog. Then tropical cyclone storm Meghna hits Australia. But cyclone storm Meghna heavy rainum windum കൊണ്ടുവരുന്ന ഒരു സൈക്ലോൺ ആയിരുന്നു. അത് ഓസ്ട്രേലിയയുടെ നോർത്തേൺ ടെറിട്ടറിനെ എഫക്ട് ചെയ്തു. ട്രോപ്പിക്കൽ സൈക്ലോൺ എന്ന് പറയുന്നത് ഐലൻഡ് കമ്മ്യൂണിറ്റീസിൽ ഫോർ ഡേയ്സോളം അത് നിൽക്കും. ലാൻഡ്ഫോൾ ചെയ്തതിനു ശേഷം അത് ബൊറോലുല എന്ന് പറയുന്ന ഒരു റിമോട്ട് ടൗണിലോട്ട് പോയി. സൗത്ത് വെസ്റ്റ് സൈഡ് ഗൾഫ് ഓഫ് കാർപ്പന്റേറിയയിലും അത് എൻറ്റർ ചെയ്തായിരുന്നു.
അപ്പോൾ മെക്കാർത്തൂർ റിവർ ടു പീക്ക് അറ്റ് 18 meters and 3 meters higher than the previous 2001 record. അപ്പോൾ മെക്കാർത്തൂർ റിവർ എന്ന് പറയുന്നത് ഓസ്ട്രേലിയയിലെ ഒരു റിവർ ആണ്. അപ്പൊ അത് 18 മീറ്റർ കൂടെ പീക്കിലേക്ക് അതിന്റെ വാട്ടറിന്റെ കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്തു. 2001 ശേഷം ഏറ്റവും കൂടുതൽ ഇൻക്രീസ് ചെയ്യുന്ന 3 മീറ്ററോളം അത് കൂടുതലായിട്ട് ഇൻക്രീസ് ചെയ്തു എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, നേപ്പാൾ ഡിക്ലെയർസ് Pokhara as its tourism capital. Prime Minister Pushpa Kamal Dahal Prachanda declared Pokhara എന്ന് പറയുന്നത് അവരവരുടെ ഒരു ടൂറിസം ക്യാപിറ്റൽ ആയിട്ട് കണക്കാക്കാണ്. അത് ഗാണ്ടക്കി പ്രൊവിൻസിലുള്ള ഒരു സിറ്റിയാണ്. അത് അദ്ദേഹത്തിന് നേപ്പാളിന്റെ ടൂറിസം ക്യാപിറ്റൽ ആയിട്ട് അവർ പ്രഖ്യാപിച്ചു. ഓക്കെ, കേരള ലിറ്ററേച്ചർ Prabha Verma selected for Saraswati Samman for the year 2023. അപ്പോൾ അദ്ദേഹത്തിന്റെ പോയട്രി വർക്ക് മലയാളം ലാംഗ്വേജിലെ രുദ്ര സത്വികം എന്ന് പറയുന്ന ഒരു പോയട്രി വർക്കിന് വേണ്ടിയിട്ടാണ് സരസ്വതി സമ്മാൻ കിട്ടിയത്. അപ്പൊ ഈ ഓണറിൽ ഒരു സൈറ്റേഷൻ ഉണ്ടായിരിക്കും, ഒരു പ്ലേഗ് ഉണ്ടായിരിക്കും, അതുപോലെ അവാർഡ് മണി 15 lakh rupees ആണ്. സരസ്വതി സമ്മാൻ എന്ന് പറയുന്ന ഒരു ആനുവൽ അവാർഡാണ്. പോയട്രി ലിറ്ററേച്ചറി വർക്ക്സിനൊക്കെ വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത്. 22 ലാംഗ്വേജസിൽ ഇന്ത്യയിലെ ഷെഡ്യൂളിനകത്ത് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യക്ക് അകത്ത് ലിസ്റ്റ് ചെയ്തിരിക്കുന്ന 22 ലാംഗ്വേജസിനാണ് ഈ ലിറ്റററി വർക്കിലായിട്ട് അല്ലെങ്കിൽ ഈ സമ്മാനത്തിന് വേണ്ടിയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ ഈ അവാർഡ് എന്ന് പറയുന്നത് കെ.പി. ബിർള ഫൗണ്ടേഷൻ ആണ് ഇത് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. 1991 മുതൽ തന്നെ അവരത് റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ലിറ്റററി ഫീൽഡിലെ തന്നെ നമ്മുടെ കൺട്രിയിലെ വൺ ഓഫ് ദി മോസ്റ്റ് പ്രസ്റ്റീജിയസ് ആൻഡ് ഹയസ്റ്റ് ലിറ്റററി അവാർഡാണ്. ISRO gets Aviation Week Laureates Award. അപ്പോൾ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷന് പ്രസ്റ്റീജിയസ് ഏവിയേഷൻ വീക്ക് ലോറേറ്റ്സ് അവാർഡ് കിട്ടിയിരിക്കുകയാണ്. അത് ചന്ദ്രയാൻ 3 മിഷനുമായി ബന്ധപ്പെട്ടാണ് ഈ ഒരു അവാർഡ് കിട്ടുന്നത്. 1957 അവരുടെ ഇൻസെപ്ഷന് ശേഷം ഏവിയേഷൻ വീക്ക് നെറ്റ്വർക്ക്സ് ലോറേറ്റ്സ് അവാർഡ് എന്ന് പറയുന്നത് എക്സ്ട്രാ ഓർഡിനറി അച്ചീവ്മെന്റ്സിലെ എയ്റോസ്പേസിലുള്ള എക്സ്ട്രാ ഓർഡിനറി അച്ചീവ്മെന്റ്സിനാണ് ഈ ഒരു അവാർഡ് ഓണർ ചെയ്യുന്നത്. റോയൽ ചലഞ്ചേഴ്സ് ബംഗാൾ ഓർലിഫ്റ്റ് വുമൻസ് പ്രീമിയർ ലീഗ് ടൈറ്റിൽ. അപ്പൊ ഫൈനലില് ടാറ്റ വുമൻസ് പ്രീമിയർ ലീഗില് WPL ക്രിക്കറ്റില് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന് ഡൽഹിയെ ബീറ്റ് ചെയ്തുകൊണ്ട് 8 വിക്കറ്റ്സിൽ അവർ ജയിക്കുകയാണ് ഉണ്ടായിരുന്നത്. അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയം ന്യൂഡൽഹിയിൽ വെച്ചിട്ടാണ് ഇത് നടന്നത്. പ്ലെയർ ഓഫ് ദി സീരീസ് പറയുന്നത് ദീപ്തി ശർമ്മയായിരുന്നു. UP വാരിയേഴ്സിലെ മോസ്റ്റ് റൺസ് എടുത്തത് എലീസി പെറി, റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു 347 റൺസ് ആണ് അവർ എടുത്തത്. മോസ്റ്റ് വിക്കറ്റ്സ് എടുത്തത് ശ്രേയങ്ക പട്ടേൽ, റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിലെ 13 വിക്കറ്റ്സ് ആണ് അവർ എടുത്തത്. അതുപോലെ ടോട്ടൽ ടീംസ് 5 പേരായിരുന്നു. ഡൽഹി ക്യാപിറ്റൽസ്, ഗുജറാത്ത് ജെയിൻസ്, മുംബൈ ഇന്ത്യൻസ്, റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ആൻഡ് UP വാരിയേഴ്സ്. 5 ടീമായിരുന്നു പാർട്ടിസിപ്പേറ്റ് ചെയ്ത്. ഫോർമാറ്റ് എന്ന് പറയുന്നത് ഒരു 2020 ക്രിക്കറ്റ് ഫോർമാറ്റ് ആയിരുന്നു. ഫസ്റ്റ് എഡിഷൻ 2023 നടന്നത്. വിന്നർ മുംബൈ ഇന്ത്യൻസ് ആയിരുന്നു. WPL എന്ന് പറയുന്നത് ഓൺഡ് ആൻഡ് ഓപ്പറേറ്റഡ് ബൈ ബോർഡ് ഓഫ് കൺട്രോൾ ഫോർ ക്രിക്കറ്റ് ഇൻ ഇന്ത്യ. നോർത്ത് ഈസ്റ്റ് ഗെയിംസിന്റെ 3rd എഡിഷൻ 2024 നാഗാലാൻഡിൽ ബിഗിൻ ചെയ്തു. അപ്പൊ നാഗാലാൻഡ് ചീഫ് മിനിസ്റ്റർ നെയ്ഫു റിയോ ഒഫീഷ്യലി 3rd നോർത്ത് ഈസ്റ്റ് ഗെയിംസ് 2024 റീജിയണൽ സെന്റർ ഫോർ സ്പോർട്സിംഗ് എക്സലൻസ് ആൻഡ് സോമിയയിൽ വെച്ച് ഡിക്ലെയർ ചെയ്തു. അപ്പൊ മോർ ദാൻ 3000 അത്ലറ്റ്സ് 8 നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സിൽ നിന്നുള്ളവര് 15 ഡിസിപ്ലിൻസിലേക്കായിട്ടാണ് കോമ്പീറ്റ് ചെയ്യുന്നത്. കാർലോസ് അൽക്കറാസ് ആൻഡ് IGS സ്വിയാതിക് ഇന്ത്യൻ വെൽസ് ടൈറ്റിൽ ചാമ്പ്യൻസ്. അപ്പൊ he defeated Daniel Madhvadev for the second straight year in BNP Paribas Open. ഇന്ത്യ വെൽസ് ഓപ്പൺ ഫൈനൽ ആണിത്. അപ്പൊ ഇഖാസ് സ്വിയാതിക് എന്ന് പറയുന്നത് വുമൻസ് ടൈറ്റില് മറിയ സക്കാറിനെ ഡിഫീറ്റ് ചെയ്തുകൊണ്ട് വുമൻസ് ടൈറ്റിലും നേടിയെടുത്തു. ഇന്ത്യൻ വെൽസ് ഓപ്പൺ എന്ന് പറയുന്ന ഒരു ആനുവൽ പ്രൊഫഷണൽ ടെന്നീസ് ടൂർണമെന്റ് ആണ്. ഇന്ത്യൻ വെൽസിലാണ്, കാലിഫോർണിയ, യുണൈറ്റഡ് സ്റ്റേറ്റ് വെച്ചിട്ടാണ് നടക്കുന്നത്. ഇത് ഒരു ഔട്ട്ഡോർ ഹാർഡ് കോർട്ട് പ്ലേ ചെയ്യുന്നതാണ്. ഇന്ത്യൻ വെൽസ് ടെന്നീസ് ഗാർഡനിൽ മാർച്ചിലാണ് സാധാരണ നടക്കുന്നത്. BNP Paribas ഓപ്പൺ എന്ന് പറയുന്നത് ഒരു ATP മാസ്റ്റേഴ്സ് 1000 and WTA 1000 ടൂർണമെന്റ്സ് ഈച്ച് ഇയർ. ലോറ കെന്നി റിട്ടയേഴ്സ് ഫ്രം സൈക്ലിംഗ്. ലോറ കെന്നി എന്ന് പറയുന്നത് ബ്രിട്ടനിലെ തന്നെ മോസ്റ്റ് സക്സസ്ഫുൾ ആയിട്ടുള്ള ഫീമെയിൽ ഒളിമ്പിക് അത്ലറ്റ് ആണ്. സൈക്ലിംഗിൽ നിന്ന് അവർ റിട്ടയർ ചെയ്യാണെന്ന് അവർ അനൗൺസ് ചെയ്തു. 31 വയസ്സുള്ള കെന്നി 5 ഒളിമ്പിക് ഗോൾഡ് മെഡൽസ് ആണ് വിൻ ചെയ്തിരിക്കുന്നത്. യെസ് ബാങ്ക് പാർട്ട്നേഴ്സ് വിത്ത് ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ ഫോർ പാരീസ് ഒളിമ്പിക്സ്. അപ്പൊ യെസ് ബാങ്ക് എന്ന് പറയുന്നത് ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ പാർട്ണർഷിപ്പ് എടുത്തിരിക്കുകയാണ്. ഒഫീഷ്യൽ ബാങ്കിംഗ് പാർട്ണർ ഫോർ ടീം ഇന്ത്യ അറ്റ് ദ പാരീസ് ഒളിമ്പിക്സ് 2024. അപ്പൊ ഈ കൊളാബറേഷന്റെ ഭാഗമായിട്ട്
ഈ ബാങ്ക് ഒരു ക്യാമ്പയിൻ ലോഞ്ച് ചെയ്തു, മിൽക്കർ ജിതേങ്കി എന്ന് പറയുന്നത്. അത് യെസ് ഗ്ലോറി ഡെബിറ്റ് കാർഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. സ്പെഷ്യലി ഇന്ത്യൻ ഒളിമ്പിക് അത്ലറ്റ്സിന് വേണ്ടിയിട്ടാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ ചീഫ് ഇലക്ഷൻ കമ്മീഷൻ ലോഞ്ചസ് നോ യുവർ കാൻഡിഡേറ്റ് ആപ്പ്. ചീഫ് ഇലക്ഷൻ കമ്മീഷണർ രാജീവ് കുമാർ നോ യുവർ കാൻഡിഡേറ്റ് എന്ന് പറയുന്ന ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ ലോഞ്ച് ചെയ്തിരിക്കുന്നു. ഈ ആപ്പ് എന്ന് പറയുന്നത് വോട്ടേഴ്സിന് ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഇൻസൈറ്റ്സ് ഉള്ള ആൾക്കാർ, അവരുടെ അസറ്റ്സ്, അതുപോലെ അവർക്ക് ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടോ അല്ലെങ്കിൽ അസറ്റ്സ്, അവരുടെ ലയബിലിറ്റീസ്, ഇതെല്ലാം ഇലക്ഷന് നിൽക്കുന്ന കാൻഡിഡേറ്റ്സിന്റെ ഇതെല്ലാം മറ്റുള്ളവർക്കും കൂടെ നമുക്ക് ആക്സസിബിൾ ആവുന്ന രീതിയിലാണ് ഈ ഒരു മൊബൈൽ ആപ്പ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇലക്ഷൻ കമ്മീഷൻ ലോഞ്ചസ് മിഷൻ 414 ക്യാമ്പയിൻ ഇൻ ഹിമാചൽ പ്രദേശ്. ഇലക്ഷൻ കമ്മീഷൻ സ്പെഷ്യൽ ക്യാമ്പയിൻ ഹിമാചൽ പ്രദേശിൽ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്, മാക്സിമം വോട്ടേഴ്സിനെ പോളിംഗ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇന്ത്യസ് ഫസ്റ്റ് ഇന്റഗ്രേറ്റഡ് ഓയിൽ പാം പ്രോസസിംഗ് യൂണിറ്റ് ബൈ 3F ഓയിൽ പാം. ഇന്ത്യയുടെ ആദ്യത്തെ ഇന്റഗ്രേറ്റഡ് ഓയിൽ പാം പ്രോസസിംഗ് യൂണിറ്റ് അരുണാചൽ പ്രദേശിൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഇപ്പൊ ഇന്ത്യയുടെ ലാർജസ്റ്റ് ഓയിൽ പാം ഡെവലപ്മെന്റ് കമ്പനി ആയിട്ടുള്ള 3F ഓയിൽ പാം ആണ് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് അരുണാചൽ പ്രദേശിലെ ദിബാങ് വാലിയിലാണ് ഇത് ഉള്ളത്. കമൻസ്മെന്റ് ഓഫ് ഓപ്പറേഷൻസ് ഈസ് ഇൻ ലൈൻ ടു എൻകറേജ് ഡൊമസ്റ്റിക് ഓയിൽ സീഡ് പ്രൊഡക്ഷൻ. ഡൊമസ്റ്റിക് ഓയിൽ സീഡ് പ്രൊഡക്ഷൻ കൂട്ടുക എന്നുള്ളതാണ് ഇതിന്റെ ഒരു ലക്ഷ്യം. അപ്പോ ഈ ഫാക്ടറി എന്ന് പറയുന്നത് മിഷൻ പാം ഓയിലിന്റെ ഭാഗം തന്നെയാണ്. ഇന്ത്യയുടെ ആദ്യത്തെ ഓയിൽ പാം ഫാക്ടറി NMEO-OPയുടെ കീഴിലാണ്. NMEO-OP എന്ന് പറയുന്നത് ഇന്ത്യൻ ഗവൺമെന്റ് ലോഞ്ച് ചെയ്ത നാഷണൽ മിഷൻ ഫോർ എഡിബിൾ ഓയിൽ പാം എന്നുള്ളതാണ്. 2021 ആ മിഷൻ ലോഞ്ച് ചെയ്തത്. ഈ മിഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഓയിൽ പാം കൾട്ടിവേഷൻ ഇൻക്രീസ് ചെയ്യിക്കുക, അതുകൂടാതെ ക്രൂഡ് പാം ഓയിൽ പ്രൊഡക്ഷൻ ബൂസ്റ്റ് ചെയ്യുക. അത് 11.20 ലക്ഷം ടൺസ് ആക്കുക 2025-26 ആകുമ്പോഴത്തേക്കും. ഇതാണ് ആ മിഷന്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഒഡീഷ CM നവീൻ പട്നായക് ഇനാഗുറേറ്റ്സ് ഇന്ത്യസ് ഫസ്റ്റ് ഇൻഡോർ അത്ലറ്റിക്സ് ആൻഡ് അക്വാട്ടിക് സെന്റേഴ്സ്. ഇപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ ഇൻഡോർ അത്ലറ്റിക് സെന്റർ കലിംഗ സ്റ്റേഡിയത്തിൽ ഒഡീഷ CM ഇനാഗുറേറ്റ് ചെയ്തു. അതിന്റെ കൂട്ടത്തില് ഇൻഡോർ അക്വാട്ടിക് സെന്റർ വിത്ത് ഒളിമ്പിക് സൈസ് സ്വിമ്മിംഗ് പൂൾ, ഒളിമ്പിക് സൈസുള്ള സ്വിമ്മിംഗ് പൂള് അദ്ദേഹം ഇനാഗുറേറ്റ് ചെയ്തു. അതുപോലെ ഇൻഡോർ ഡൈവിംഗ് സെന്റർ സ്റ്റേഡിയത്തിന് ഫൗണ്ടേഷൻ കല്ല് ഇട്ടു. ഇൻഡോർ അത്ലറ്റിക് സെന്റർ എന്ന് പറയുന്നത് 10,000 സ്ക്വയർ മീറ്ററിലുള്ള ഒരു ട്രാക്ക് ആണ്. അതില് വിച്ച് ഇസ് capable of holding continental and regional championships. Air Quality Report 2023, New Delhi world's most polluted capital city for 4th consecutive year. റിപ്പോർട്ട് പ്രകാരം വേൾഡ് എയർ ക്വാളിറ്റി റിപ്പോർട്ട് 2023 പ്രകാരം സ്വിസ് ഓർഗനൈസേഷൻ ആണുള്ള IQ-AIR ആണ് ഇത് പുറത്തുവിടുന്നത്. ഇന്ത്യയിലെ വേൾഡ്സ് തേർഡ് മോസ്റ്റ് എയർ പൊല്യൂട്ടഡ് കൺട്രി ആയിട്ട് കണക്കാക്കിയിട്ടുണ്ട് 2023 പ്രകാരം. 134 കൺട്രി ഉള്ളതിൽ 3-ാം സ്ഥാനമാണ് ഇന്ത്യക്ക്. ബംഗ്ലാദേശ്, ആഫ്റ്റർ ബംഗ്ലാദേശ് ആൻഡ് പാകിസ്ഥാൻ. 2022 ഇന്ത്യ 8th ആയിരുന്നു 131 കൺട്രീസിൽ. പൊല്യൂഷൻ കൂടിയിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലായി. ന്യൂഡൽഹി വേൾഡിലെ മോസ്റ്റ് പൊല്യൂട്ടഡ് ക്യാപിറ്റൽ സിറ്റി ആയിട്ട് മാറിയിരിക്കുകയാണ്. 2018 മുതൽ കോൺസിക്യൂട്ടീവ് ആയിട്ട് 4 വർഷമായിട്ട് ഇതാണ് ന്യൂഡൽഹിയുടെ സ്ഥാനം. ഡൽഹിയുടെ PM 2.5 ലെവൽസ് എന്ന് പറയുന്നത് 2023 എത്തിയപ്പോഴത്തേക്കും 2022 വളരെ വേഴ്സ് ആയിരിക്കുകയാണ്. അപ്പൊ ബീഹാർ ബെഗുസാറായി വേൾഡിലെ മോസ്റ്റ് പൊല്യൂട്ടഡ് മെട്രോപൊളിറ്റൻ ഏരിയ ആയിട്ട് എമർജ് ചെയ്തിരിക്കുകയാണ്. ഇന്ത്യ റാങ്ക് 62 ഓൺ ദ DHL കണക്റ്റഡ്നെസ് ഇൻഡെക്സ്. അപ്പൊ DHL ഗ്ലോബൽ കണക്റ്റഡ്നെസ് റിപ്പോർട്ട് 2024 റിലീസ് ചെയ്തത് DHL ആണ്, ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റി സ്റ്റേം സ്കൂൾ ഓഫ് ബിസിനസ്. ഈ റിപ്പോർട്ട് പ്രകാരം കൺട്രീസിനെ വേൾഡിലെ ട്രേഡ്, ക്യാപിറ്റൽ, ഇൻഫർമേഷൻ, പീപ്പിൾസുമായിട്ടുള്ള കണക്റ്റഡ്നെസ് വെച്ചിട്ടാണ് ഇവര് റാങ്ക് ചെയ്യുന്നത്. ഇന്ത്യ has improved its global connectedness. അപ്പൊ റാങ്ക് 5 to reach 62 out of 170. റാങ്ക് ബൈ 5 പൊസിഷൻ, 5 പൊസിഷനിൽ ഇന്ത്യക്ക് ഇംപ്രൂവ്മെന്റ് ഉണ്ടായിരിക്കുകയാണ്. 171 കൺട്രീസിൽ 62ാമത്തെ സ്ഥാനമാണ് ഇന്ത്യക്ക് കിട്ടിയത്. പ്രീവിയസ്ലി 67 ആയിരുന്നു ഇന്ത്യയുടെ സ്ഥാനം. ഇപ്പൊ ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത് 2022 വളരെ ഹൈ റെക്കോർഡിൽ റീച്ച് ചെയ്തിരുന്നു. അത് റിമൈൻ ക്ലോസ് ടു ദാറ്റ് ലെവൽ ഇൻ 2023. ആ ഒരു ലെവലിൽ തന്നെയാണ് 2023 കിട്ടുന്നത്. സിംഗപ്പൂർ എന്ന് പറയുന്നത് വേൾഡിലെ മോസ്റ്റ് ഗ്ലോബലി കണക്റ്റഡ് കൺട്രി ആയിട്ട് മാറിയിരിക്കുകയാണ്. അതിനെ ഫോളോ ചെയ്ത് നെക്സ്റ്റ് വരുന്നത് നെതർലാൻഡ്സ് ആൻഡ് അയർലൻഡ് ആണ്. India ranks 126 in Unworld Happiness Report. So, ഈ ഫൈൻഡിങ്സ് പബ്ലിഷ് ചെയ്യുന്നത് ആനുവലി യുണൈറ്റഡ് നേഷൻസ് ഇന്റർനാഷണൽ ഡേ ഓഫ് ഹാപ്പിനെസ് ആണ്. ഈ വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് എന്ന് പറയുന്നത് കൺസിഡർ ചെയ്യുന്ന കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട്. ഒന്ന് സോഷ്യൽ സപ്പോർട്ട്, ഇൻകം, ഹെൽത്ത്, ഫ്രീഡം,
ജനറോസിറ്റി, ആബ്സെൻസ് ഓഫ് കറപ്ഷൻ, ഇതൊക്കെയാണ് ഇവര് ഒരു ഗ്ലോബൽ റാങ്കിങ് ഓഫ് ഹാപ്പിനെസ്സിലേക്ക് വേണ്ടി കണക്ട് ചെയ്ത് ഉപയോഗിക്കുന്ന പാരാമീറ്റേഴ്സ്. ഇന്ത്യയുടെ റാങ്ക് 126 ആണ് ഔട്ട് ഓഫ് 143 കൺട്രീസ്. ഇത് ലാസ്റ്റ് ഇയറും ഇതേ സെയിം റാങ്ക് തന്നെയായിരുന്നു. ഫിൻലാൻഡ് ആണ് ഹാപ്പിയസ്റ്റ് കൺട്രി ഫോർ ദ 7th കോൺസിക്യൂട്ടീവ് ഇയർ. 7 വർഷം കണ്ടിന്യൂസ് 7 വർഷമായിട്ട് ഫിൻലാൻഡ് ആണ് വളരെ ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള കൺട്രി. അതിനെ ഫോളോ ചെയ്തുകൊണ്ട് 2ാം സ്ഥാനം ഡെൻമാർക്ക്, 3ാം സ്ഥാനം ഐർലൻഡ്, 4ാം സ്ഥാനം സ്വീഡൻ, 5ാം സ്ഥാനം ഇസ്രയേൽ. അപ്പൊ ഡിസ്പൈറ്റ് ഓൺഗോയിങ് കോൺഫ്ലിക്ട് ഇസ്രയേലിന് വരെ 5th പൊസിഷൻ കിട്ടി എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. അപ്പൊ ഈ റിപ്പോർട്ട് പറയുന്നത് 3 വർഷമായിട്ടാണ് ഒരു ആവറേജ് എടുത്തിട്ടാണ് ഈ ഒരു റാങ്കിങ്സ് വരുന്നത്. അഫ്ഗാനിസ്ഥാനും ബോട്ടത്തിൽ തന്നെ ആണുള്ളത്. സ്പേസ് ബോൺ അസിസ്റ്റന്റ് ആൻഡ് നോളജ് ഹബ് ഫോർ ക്രൂ ഇന്ററാക്ഷൻ, സഖി എന്നാണ് അതിന്റെ ചുരുക്കപ്പേര്. വിക്രം സാരാഭായ് സ്പേസ് സെന്റർ VSSC, ISROയുടെ ഒരു ഫെസിലിറ്റി ഉണ്ട് തുമ്പയില് തിരുവനന്തപുരത്ത്, മൾട്ടിപർപ്പസ് ആപ്പ് സഖി എന്ന് പറയും. അപ്പൊ ഇത് ആസ്ട്രോണറ്റ്സിന് ഗഗൻയാൻ സ്പേസ് ഫ്ലൈറ്റ് മിഷന് വേണ്ടിയിട്ട് ക്യാരി ഔട്ട് ചെയ്യുന്ന റേഞ്ച് ഓഫ് ടാസ്കുകൾ കൊടുക്കുന്ന ആസ്ട്രോണറ്റ്സിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ആപ്പാണ്. സ്പേസ് ബോൺ അസിസ്റ്റന്റ് ആൻഡ് നോളജ് ഹബ് ഫോർ ക്രൂ ഇന്ററാക്ഷൻ എന്ന് പറയുന്നത് സഖി എന്നാണ് ഷോർട്ട് ഫോം. ആസ്ട്രോണറ്റ്സിന്റെ ഹെൽത്ത്, അതുപോലെ അവരെ എർത്തുമായിട്ട് കണക്റ്റഡ് ആണോ, ഇത്തരം കാര്യങ്ങളൊക്കെ മോണിറ്റർ ചെയ്യുന്ന ഒന്നാണ്. ISRO ഗഗൻയാൻ ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് മിഷൻ എന്ന് പറയുന്നത് 2025 ലോഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. നെക്സ്റ്റ് ഗ്രോക്ക് ചാറ്റ്ബോട്ട്. ഗ്രോക്ക് എന്ന് പറയുന്നത് ഒരു ജനറേറ്റീവ് ആർട്ടിഫിഷ്യൽ ഇന്റലിജന്റ് ചാറ്റ്ബോട്ട് ആണ്. ഡെവലപ്പ് ചെയ്ത XAI എന്ന് പറയുന്ന ലാർജ് ലാംഗ്വേജ് മോഡൽ ബേസ്ഡ് ആയിട്ടുള്ള ഒന്നാണ്. ഇത് ഡെവലപ്പ് ചെയ്ത ഒരു ഇനീഷ്യേറ്റീവ് എടുത്തത് എലൻ മസ്കിന്റെ ഇനീഷ്യേറ്റീവ് ആണ്. ഡയറക്ട് റെസ്പോൺസ് ടു ദ റൈസ് ഓഫ് OpenAI's ChatGPT which മസ്ക് co-founded. ഈ ചാറ്റ് ബോട്ട് എന്ന് പറയുന്നത് അതിന്റെ അഡ്വർടൈസ് കൊടുത്തിരിക്കുന്നത് ഹാവിങ് എ സെൻസ് ഓഫ് ഹ്യൂമർ എന്നുള്ളതാണ്. ട്വിറ്ററിലേക്ക് ഡയറക്റ്റ് ആക്സസ് ഉണ്ട് ഇതിന്. ഓക്കെ, നെക്സ്റ്റ് ടൈഗർ ട്രിംഫ് 24. ടൈഗർ ട്രിംഫ് ബൈലാറ്ററൽ ട്രൈ സർവീസ് ഹ്യൂമാനിറ്റേറിയൻ അസിസ്റ്റൻസ് ആൻഡ് ഡിസാസ്റ്റർ റിലീഫ് ആംഫിബിയസ് എക്സസൈസ് ആണ്. ഇന്ത്യയും US തമ്മിലുള്ള ഒരു എക്സസൈസ് ആണ്. ഈസ്റ്റേൺ സീ ബോർഡിലാണ് നടന്നത്. ഫ്രം 18 to 31 മാർച്ച് വരെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ഹാർബർ ഫേസ് ഓഫ് ദി എക്സസൈസ് എന്ന് പറയുന്നത് കണ്ടക്ട് ചെയ്യുന്നത് വിശാഖപട്ടണത്താണ്. അത് 18 മുതൽ 25 വരെയാണ് നടക്കുന്നത്, മാർച്ച്. അപ്പൊ സീ ഫേസ് എന്ന് പറയുന്നത് March 26 to 31 വരെയാണ് നടക്കുന്നത്. അപ്പൊ ഓപ്പണിംഗ് സെറമണി ഓഫ് ഈ എക്സസൈസ് എന്ന് പറയുന്നത് ഓൺ ബോർഡ് ഇൻ INS ജലശ്വ. ഇന്ത്യൻ ആർമി ഇൻഡെക്സ് ഫസ്റ്റ് Apache 451 ഏവിയേഷൻ സ്ക്വാഡ്രോൺ. Preparing to induct the first batch of AH-64E Apache attack helicopters. അത് IAF ഹിൻഡൺ എയർഫോഴ്സ് സ്റ്റേഷനിലാണ് ഉള്ളത്. അപ്പൊ ഇന്ത്യൻ ആർമി ഏവിയേഷൻ കോർപ്സ് ആണ് ഇറ്റ്സ് ഫസ്റ്റ് യൂണിറ്റ് ജോധ്പൂരിലുള്ളതാണ് ഇത് ഹെലികോപ്റ്റേഴ്സ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇന്ത്യൻ ആർമി എന്ന് പറയുന്നത് 6 അപേക് ഹെലികോപ്റ്റേഴ്സ് US നിന്ന് വാങ്ങാനുള്ള കോൺട്രാക്ട് സൈൻ ചെയ്തിട്ടുണ്ട്. അപ്പേക്ക് ഹെലികോപ്റ്റേഴ്സ് എന്ന് പറയുന്നത് ഓപ്പൺ ടാങ്ക്സ് ഇൻ ദ എയർ എന്നും കൂടെ അറിയപ്പെടുന്നുണ്ട്. അപ്പൊ ഇതിന് 138 ടാർഗറ്റ്സിന് 1 മിനിറ്റ് കൊണ്ട് സ്ട്രൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. മാക്സിമം സ്പീഡ് ഒരു അവറിൽ 280 കിലോമീറ്റർ ആണ്. AGM-114 ഹെൽഫയർ ആന്റി ടാക് മിസൈൽസ് ഒക്കെ ഇതിനകത്ത് എക്യുപ്ഡ് ആണ്. അതുപോലെ സ്റ്റിംഗർ മിസൈൽസ്, അപ്പാക്കെ AH-64E എന്നൊക്കെ പറയുന്നത് ഗ്രൗണ്ട് ആൻഡ് ഏരിയൽ ത്രെട്ടിന് രണ്ടിനും കൂടെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. Maiden test firing of India's first indigenously made 1500 HP engine. The maiden test firing ഇന്ത്യയുടെ ആദ്യത്തെ ഇൻഡിജിനിയസ്ലി മെയ്ഡ് ആയിട്ടുള്ള 1500 ഹോഴ്സ് പവറിന്റെ എഞ്ചിൻ മെയിൻ ബാറ്റിൽ ടാങ്കിന് വേണ്ടിയിട്ടുള്ളത്. അത് ഇപ്പൊ നമ്മള് അതിന്റെ ടെസ്റ്റിംഗ് ചെയ്തു. ഇപ്പൊ ഡിഫൻസ് PSU ഭാരത് എർത്ത് മൂവേഴ്സ് ലിമിറ്റഡ് ആണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ 1500 HP എഞ്ചിൻ എന്ന് പറയുന്നത് ഒരു പാരാഡിഗ്ം ഷിഫ്റ്റ് ഇൻ മിലിറ്ററി പ്രൊപ്പൽഷൻ സിസ്റ്റം ആണ്. ഇതിലൊരു കട്ടിംഗ് എഡ്ജ് ഫീച്ചേഴ്സ് ഉണ്ട്. അതായത് ഹൈ പവർ ടു വെയിറ്റ് റേഷ്യോ, അതുപോലെ ഓപ്പറബിലിറ്റി ഇൻ എക്സ്ട്രീം കണ്ടീഷൻസ്, അതായത് ഹൈ ആൾട്ടിറ്റ്യൂഡ്സിലും സബ്സീറോ ടെമ്പറേച്ചറിലും ഡിസേർട്ട് എൻവയോൺമെന്റിലൊക്കെ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഡിഫൻസ് സെക്രട്ടറി എന്ന് പറയുന്നത് ഗിരിധർ ആർമാനെയാണ് ഈ ടെസ്റ്റ് ഫയറിംഗിനെ പ്രിസൈഡ് ചെയ്തത്. സ്റ്റിയാഗ് എന്ന് പറയുന്നത് എയിംസ് ടു ഐഡന്റിഫൈ
and implement the most suitable technology to enhance the army's communication infrastructure. ആർമിയുടെ കമ്മ്യൂണിക്കേഷൻ ഇൻഫ്രാസ്ട്രക്ചറിനെ എൻഹാൻസ് ചെയ്യുന്ന ഒരു സ്യൂട്ടബിൾ ടെക്നോളജിയാണ് സ്റ്റിയാക് എന്ന് പറയുന്നത്. അതായത് സിഗ്നൽസ് ടെക്നോളജി ഇവാലുവേഷൻ ആൻഡ് അഡാപ്റ്റേഷൻ ഗ്രൂപ്പ്, ഇന്ത്യൻ ആർമിയുടെ ഒരു ടെക് റെവല്യൂഷൻ ആണ് സ്റ്റിയാക് എന്ന് പറയുന്നത്. ഈ സെൽഫ് റിലയൻ ഇന്ത്യ, സ്റ്റാർട്ടപ്പ് ഇന്ത്യ എന്നൊക്കെ പറയുന്ന പ്രിൻസിപ്പിൾസിന് നമ്മുടെ ഡിഫൻസ് ഫീൽഡിൽ വളരെയധികം ഇംപ്രൂവ്മെന്റ് നമ്മൾ കൊണ്ടുവരേണ്ടതുണ്ട്. അപ്പൊ ഇന്ത്യൻ ആർമി എന്ന് പറയുന്നത് ഒരു സ്പെഷ്യലൈസ്ഡ് ടെക്നോളജി തന്നെ ഫോം ചെയ്തിരിക്കുകയാണ്. റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റ്, ഫ്യൂച്ചർ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജീസ് ആയിട്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, 5G, 6G, മെഷീൻ ലേണിംഗ്, ക്വാണ്ടം ടെക്നോളജി ഫോർ ഡിഫൻസ്, ഇതെല്ലാം കൂടെ ചേർത്ത് ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് സ്പെഷ്യൽ ടെക്നോളജീസ് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സെൽഫ് റിലയൻ ഇന്ത്യ എന്നുള്ള ഒരു സാക്ഷാത്കാരത്തിലേക്ക് വേണ്ടിയിട്ട്. 22 മാർച്ച് വേൾഡ് വാട്ടർ ഡേ ആയിട്ടാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പൊ UN എല്ലാ വർഷവും 1993 മുതൽ തന്നെ ഫ്രഷ് വാട്ടറിന്റെ ഇമ്പോർട്ടൻസ് ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പൊ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ 6 തന്നെ പറയുന്നത് വാട്ടർ ആൻഡ് സാനിറ്റേഷൻ ഫോർ ഓൾ ബൈ 2030 എന്നുള്ളതാണ്. തീം എന്ന് പറയുന്നത് ലെവറേജിംഗ് വാട്ടർ ഫോർ പീസ് എന്നുള്ളതാണ്. മാർച്ച് 22 ബീഹാർ ദിവസം കൂടെയാണ്, അതായത് ബീഹാർ ഡേ എന്നും കൂടെ അറിയപ്പെടുന്നുണ്ട്. ഈ സ്റ്റേറ്റ് ഓഫ് ബീഹാർ എസ്റ്റാബ്ലിഷ് ചെയ്ത ഡേ ആണ് മാർച്ച് 22. അപ്പൊ ബീഹാർ ഇത് പബ്ലിക് ഹോളിഡേ ആണ്. ബീഹാർ ബംഗാളിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്തത് ബ്രിട്ടീഷ് ആണ് 1912. അപ്പൊ ഈ ഇയർ 110th, അതായത് 110ാമത്തെ ബീഹാർ ദിവസമാണ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഓക്കെ. Election Commission of India orders appointments of Bhushan Ghagrani as new BMC commissioner. അപ്പൊ Election Commission of India, മഹാരാഷ്ട്ര ഗവൺമെന്റ് ഭൂഷൺ ഘാഗ്രനെ ന്യൂ കമ്മീഷണർ ഫോർ PMC, അതായത് ബ്രിയാൻ മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷന്റെ കമ്മീഷണറായിട്ട് അപ്പോയിന്റ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ കറന്റ്ലി അദ്ദേഹം അഡീഷണൽ ചീഫ് സെക്രട്ടറി ആണ് ചീഫ് മിനിസ്റ്റേഴ്സ് ഓഫീസറിന്റെ. മിസ്റ്റർ ഘാഗ്രാനി എന്ന് പറയുന്നത് ഇക്ബാൽ സിംഗ് ചഹാലിനെ ടുക്ക് ഓവർ ചെയ്തിട്ടാണ് വരുന്നത്. PMC എന്ന് പറയുന്നത് മുനിസിപ്പൽ കോർപ്പറേഷൻ ഓഫ് ഗ്രേറ്റർ മുംബൈ ആണ്. ഇതൊരു ഗവേണിംഗ് സിവിക് ബോഡിയാണ് മുംബൈയുടെ, മഹാരാഷ്ട്രയുടെ ക്യാപിറ്റൽ സിറ്റി ആയിട്ടുള്ള മുംബൈയുടെ. BMC എന്ന് പറയുന്നത് ഇന്ത്യയുടെ റിച്ചസ്റ്റ് മുനിസിപ്പൽ കോർപ്പറേഷൻ കൂടിയാണ്. സൗമെന്തു ബാഗ്ചി, അഭിലാക്ഷ ജോഷി appointed India's next envoys to Iraq, Chile respectively. അപ്പൊ സൗമെന്തു ബാഗ്ചി അദ്ദേഹം ഇന്ത്യയുടെ ഇറാഖിലുള്ള അംബാസിഡർ ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. അതുപോലെ ബാഗ്ചി എന്ന് പറയുന്നത് കറന്റ്ലി ഇന്ത്യൻ കൗൺസിൽ ഓഫ് വേൾഡ് അഫയേഴ്സിന്റെ ഡെപ്യൂട്ടി ഡയറക്ടർ ജനറൽ ആണ്. അഭിലാഷ ജോഷി ഇന്ത്യയുടെ ചിലിയിലുള്ള അംബാസിഡർ ആയിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഋതുരാജ് ജയ്ക്വാഡ് ടേക്ക് ഓവർ ചെന്നൈ സൂപ്പർ കിങ്സ് ക്യാപ്റ്റൻസി ഫ്രം ധോണി. ഇപ്പൊ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ പുതിയ ക്യാപ്റ്റൻ ഋതുരാജ് ജയ്ക്വാഡ് ആണ്, ന്യൂ ക്യാപ്റ്റൻ ആണ് 2024 IPL സീസണിലേക്കുള്ള. 17th എഡിഷൻ ഓഫ് ഇന്ത്യൻ പ്രീമിയർ ലീഗ് മാർച്ച് 22, 2024 മുതൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഈ ഇവന്റ് ഓർഗനൈസ് ചെയ്യുന്നത് ബോർഡ് ഓഫ് ക്രിക്കറ്റ് കൗൺസിൽ ഓഫ് ഇന്ത്യ BCCI ആണ്. അതുപോലെ ടാറ്റയും അതിന്റെ ഒരു ഒഫീഷ്യൽ സ്പോൺസർ ആണ്. റഷ്യൻ ബെലറൂഷ്യൻ അത്ലറ്റ്സ് വിൽ നോട്ട് ടേക്ക് പാർട്ട് ഇൻ പാരീസ് 2024 ഒളിമ്പിക്സ് ഓപ്പണിംഗ് സെറമണി. IOC പറഞ്ഞിരിക്കുകയാണ് ഡിസംബറിൽ ഡിസംബർ സസ്പെൻഡ് റഷ്യ ഫ്രം പാരീസ് 2024 ഒളിമ്പിക്സ്. ബട്ട് ഗ്രീൻ ലൈറ്റ് റഷ്യക്കും ബെലാറൂഷ്യൻ അത്ലറ്റ്സിനും കൊടുത്തിരുന്നു. പക്ഷെ അവർ ആക്റ്റീവ്ലി യുക്രൈൻ വാറിനെ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് ഇപ്പൊ അവര് ഈ ഒരു പാരീസ് ഒളിമ്പിക്സിൽ പങ്കെടുക്കില്ല എന്നാണ് പറയുന്നത്. IOCയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് തോമസ് ബക്ക് ആണ്. സംഗീത കലാനിധി അവാർഡ് ഫോർ TM കൃഷ്ണ, നൃത്യ കലാനിധി ഫോർ നീന പ്രസാദ്. അപ്പൊ മ്യൂസിക് അക്കാദമി ചെന്നൈയില് TM കൃഷ്ണയ്ക്ക് ഒരു നോട്ടഡ് ആയിട്ടുള്ള കർണാട്ടിക് വോക്കലിസ്റ്റ് ആണ്, സംഗീത കലാനിധി അവാർഡ് കൊടുത്തു. അതുപോലെ ഹയസ്റ്റ് അക്വലൈഡ് ആയിട്ടുള്ള കർണാട്ടിക് മ്യൂസിക്കില് ഒരു ഹയസ്റ്റ് അക്വലൈഡ് ആയിട്ടുള്ള ഒരു അവാർഡാണ് സംഗീത് കലാനിധി എന്ന് പറയുന്നത്. അത് 1942 മുതലാണ് എക്സിസ്റ്റൻസ് തുടങ്ങിയത്. അതുപോലെ നൃത്യ കലാനിധി അവാർഡ് ഡോക്ടർ നീന പ്രസാദ്. ഡോക്ടർ നീന പ്രസാദ് എന്ന് പറയുന്നത് മോഹിനിയാട്ടത്തിലെ വളരെ അധികം ടോപ്പ് റാങ്കിങ് ആയിട്ടുള്ള ഒരു എക്സ്പോണന്റും പെർഫോമറുമാണ്. ചമേലി ദേവി ജെയിൻ അവാർഡ് 2024 ഫോർ ഔട്ട്സ്റ്റാൻഡിംഗ് വുമൺ മീഡിയ പേഴ്സൺ ഓഫ് ദി ഇയർ.
ഇപ്പോ ഇൻഡിപെൻഡന്റ് ജേർണലിസ്റ്റ് ഗ്രീഷ്മ കുത്തൂറിനും ഋതിക ചോപ്രയ്ക്കും ഇന്ത്യൻ എക്സ്പ്രസിലെയാണ് അവർക്ക് അവാർഡ് കിട്ടിയിരിക്കുകയാണ്. മീഡിയ ഫൗണ്ടേഷൻ 1980-ലാണ് ഈ അവാർഡ് സ്റ്റാർട്ട് ചെയ്തത്. ചമേലി ദേവി ജെയിൻ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഫോമർ ഫ്രീഡം ഫൈറ്റർ ആണ്, അതുപോലെ ഒരു കമ്മ്യൂണിറ്റി റിഫോമർ കൂടെയാണ്. ന്യൂ സ്പീഷീസ് ഓഫ് ഡീപ് സീ ഐസോപോഡ് ഡിസ്കവേർഡ് ഓഫ് കൊല്ലം നെയ്മഡ് ആഫ്റ്റർ ISRO. റിസർച്ചേഴ്സ് ഒരു പുതിയ സ്പീഷീസ് ഡീപ് സീ ഐസോപോഡിനെ ഡിസ്കവർ ചെയ്തു കൊല്ലം കോസ്റ്റിൽ നിന്ന്, കേരള. ഇപ്പോൾ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷന്റെ ഒരു നെയിമാണ് അതിന് കൊടുക്കാൻ പോകുന്നത്. അപ്പൊ ടൈനി ഫിഷ് പാരസൈറ്റിക് ക്രസ്റ്റേഷൻ ആണ് ഇത്. അത് ജീനസ് ബ്രുസത്തോവ എന്ന് പറയുന്ന ഒരു ജീനസിലാണ് ഇത് ഉൾപ്പെടുന്നത്. അപ്പൊ മെറൈൻ ഫിഷിന്റെ ഗിൽ കാവിറ്റിക്കകത്താണ് ഇവരെ റിക്കവർ ചെയ്തത് സ്റ്റഡി ചെയ്തതൊക്കെ. ഐസോപോഡ്സ് എന്ന് പറയുന്നത് ഇൻവെർട്ടിബ്രേറ്റ്സിലെ ഒരു ഓർഡർ ആണ്. ഇൻവെർട്ടിബ്രേറ്റ്സ് എന്ന് പറയുന്നത് ബാക്ക് ബോൺസ് ഇല്ലാത്ത ആനിമൽസിനെ പറയുന്ന പേരാണ്. അപ്പൊ ഇവരെ ഗ്രേറ്റർ ക്രസ്റ്റേഷ്യൻ ഗ്രൂപ്പിലാണ് ഉൾപ്പെടുന്നത്. ക്രാബ്സും ഷ്രിമ്പും ഒക്കെ വരുന്നത് ഇതേ ഗ്രൂപ്പിൽ തന്നെയാണ്. ഓക്കെ. ഗ്രിഡ് ഇന്ത്യ achieves മിനി രത്ന സ്റ്റാറ്റസ്. അപ്പൊ ഗ്രിഡ് കൺട്രോളർ ഓഫ് ഇന്ത്യ ലിമിറ്റഡ്, ഗ്രിഡ് ഇന്ത്യ എന്ന് പറയും, അവർക്ക് സ്റ്റാറ്റസ് ഓഫ് മിനി രത്ന കാറ്റഗറി 1 സെൻട്രൽ പബ്ലിക് സെക്ടർ എന്റർപ്രൈസസ് മിനിസ്ട്രി ഓഫ് പവർ കൊടുത്തിരിക്കുകയാണ്. എസ്റ്റാബ്ലിഷ് ചെയ്തത് 2009-ലാണ്. CMT SR നരസിംഹനാണ്. മെയ്തി or Nixie successfully unveils Bharshanet portal at Universal Acceptance Day event in New Delhi. ഇപ്പൊ മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി, അതാണ് മെയ്തി എന്നുള്ള പറയുന്നത്. ആൻഡ് നാഷണൽ ഇന്റർനെറ്റ് എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യ, നിക്സി, ഇവരെ രണ്ടുപേരും കൂടെ ഭാഷാനെറ്റ് പോർട്ടൽ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ഇതിന്റെ തീം എന്ന് പറയുന്നത് ഭാഷാനെറ്റ് ഇംപെറ്റസ് ടുവേർഡ്സ് യൂണിവേഴ്സൽ അക്സെപ്റ്റൻസ് എന്നുള്ളതാണ്. ഇപ്പൊ ഗ്ലോബൽ യൂണിവേഴ്സൽ അക്സെപ്റ്റൻസ് ഡേ March 28, 2024 ബെൽഗ്രേഡ്, സെർബിയയിൽ വെച്ചിട്ട് നമ്മൾ സെലിബ്രേറ്റ് ചെയ്തിട്ട്. ഇപ്പൊ ഭാഷാനെറ്റ് എന്ന് പറയുന്നത് ഒരു മൾട്ടി ലിംഗ്വൽ ഇന്റർനെറ്റ് ആൻഡ് യൂണിവേഴ്സൽ അക്സെപ്റ്റൻസ് ഇനീഷ്യേറ്റീവ് ആണ്. ഇത് സിറ്റിസൺസിനെ ഈസിലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ട്രാൻസാക്ട് ചെയ്യാനും ഇൻഫർമേഷൻസ് ക്രിയേറ്റ് ചെയ്യാനും ഒക്കെ ലാംഗ്വേജ് ബാരിയർ ഇല്ലാതെ തന്നെ സഹായിക്കുന്ന ഒരു ഡിജിറ്റൽ മീഡിയം ആകും. ഭാഷാനെറ്റ് പോർട്ടൽ എന്ന് പറയുന്നത് സെന്റർ ഫോർ ഡെവലപ്മെന്റ് ഓഫ് അഡ്വാൻസ്ഡ് കമ്പ്യൂട്ടിംഗ് നാഷണൽ ഇന്റർനെറ്റ് എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യയുടെ സപ്പോർട്ടോട് കൂടി നിർമ്മിച്ചതാണ്. മെയ്റ്റിയുടെ സെക്രട്ടറി എന്ന് പറയുന്നത് S. കൃഷ്ണനാണ്. ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ആസ്ക് മെയ്റ്റി ടു ഇമ്മീഡിയറ്റ്ലി halt ഡെലിവറി ഓഫ് വികസിത് ഭാരത് സമ്പർക്ക് മെസ്സേജസ് ഓവർ വാട്സ്ആപ്പ്. അപ്പൊ വാട്സ്ആപ്പിലൂടെ വികസിത് ഭാരത് സമ്പർക്കുമായി ബന്ധപ്പെട്ട് സിറ്റിസൺസിന്റെ സജഷൻസ് അറിയാൻ വേണ്ടിയിട്ട് മെസ്സേജസ് കൂടെ തന്നെ നമ്മുടെ പ്രൈം മിനിസ്റ്ററുടെ ഭാഗത്തു നിന്നുള്ള ഒരു ലെറ്ററും കൂടെ മെസ്സേജസ് ആയിട്ട് വന്നുകൊണ്ടിരുന്നു. ഇത് നിർത്തണം എന്നുള്ള ഒരു ഇത് ECI പറഞ്ഞിരിക്കുകയാണ്. എ കംപ്ലയൻസ് റിപ്പോർട്ട് ഇൻ ദ മാറ്റർ ഹാസ് ബീൻ ഡിമാൻഡഡ് ഇമ്മീഡിയറ്റ്ലി ഫ്രം മെയ്റ്റി. ഇപ്പോ ഗവൺമെന്റിന്റെ ഇനീഷ്യേറ്റീവ് സ്റ്റിൽ സിറ്റിസൺസിന്റെ ഫോൺസിലൂടെ അനൗൺസ് ചെയ്യുന്നത് മോഡൽ കോഡ് ഓഫ് കണ്ടക്ടിന് എതിരായിട്ടാണ് അവർ കരുതുന്നത്. അതുകൊണ്ടാണ് ജനറൽ ഇലക്ഷൻ നടക്കുന്ന സമയത്ത് ഇങ്ങനെ വേണ്ട, അത് ഒഴിവാക്കണം എന്നുള്ള രീതിയിലേക്ക് ECI പറഞ്ഞത്. ഇപ്പൊ മോഡൽ കോഡ് ഓഫ് കണ്ടക്ട് എന്ന് പറഞ്ഞാൽ എന്താന്ന് വെച്ചാൽ നമ്മുടെ ഇലക്ഷൻ ഷെഡ്യൂൾ അനൗൺസ് ചെയ്യുന്നത് മുതലാണ് ഇലക്ഷൻ കമ്മീഷന് മോഡൽ കോഡ് ഓഫ് കണ്ടക്ട് എൻഫോഴ്സ് ചെയ്തത്. അപ്പൊ ഇത് ഇലക്ഷൻ കംപ്ലീറ്റ് ആകുന്നത് വരെ ഇത് ഓപ്പറേഷനിലാണ്. US recognizes അരുണാചൽ പ്രദേശ് ആസ് ഇന്ത്യൻ ടെറിട്ടറി. ഇപ്പൊ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് അരുണാചൽ പ്രദേശിന് ഇന്ത്യയുടെ ടെറിട്ടറി ആയിട്ട് റെക്കഗ്നൈസ് ചെയ്തിരിക്കുകയാണ്. കൂടാതെ ചൈനയ്ക്ക് അരുണാചൽ പ്രദേശ് അവരുടെയാണ് എന്നുള്ളൊരു യൂണിലാറ്ററൽ അറ്റംപ്റ്റ് ഉണ്ട്, അതായത് അവരുടെ ആണെന്ന് പ്രസ്താവിക്കുന്ന ഒരു കാര്യം. അതിനെ എതിർത്തുകൊണ്ട് US ഇന്ത്യയെ സപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. ഇപ്പോ ചൈന അരുണാചൽ പ്രദേശിന്റെ സൗത്ത് ടിബറ്റ് ആയിട്ടാണ് ക്ലെയിം ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ ഈ ആ ഒരു സ്റ്റേറ്റ് ഇന്ത്യയുടെ ആണെന്നുള്ളത് ഗ്ലോബലി റിക്കഗ്നൈസ് ചെയ്ത് തുടങ്ങി എന്നതിന്റെ ഒരു സൂചനയാണ്. ബെയ്ജിംഗ് ഹാസ് ഓൾസോ നെയ്മഡ് ദ ഏരിയ സഗ്നാൻ. അപ്പൊ മാർച്ച് 9 PM മോദി സേല ടണല് ഒരു 13,000 feet എബോ ഓൾട്ടിറ്റ്യൂഡിൽ അരുണാചൽ പ്രദേശില്, വെസ്റ്റേൺ അരുണാചൽ പ്രദേശില് ബിൽഡ് ചെയ്തിരുന്നു. അത് നമ്മുടെ തവാങ് ഡിസ്ട്രിക്റ്റില് സ്ട്രാറ്റജിക്കലി വളരെ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന ഒരു സ്ഥലത്താണ് കണക്ടിവിറ്റി കൊടുക്കുന്നത്. എല്ലാ വെതറിലും കണക്ടിവിറ്റി കൊടുക്കുന്ന ഒരു ടണലാണ് ഈ സെല ടണൽ എന്ന് പറയുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ അതിനുശേഷമാണ് ഈ അരുണാചൽ പ്രദേശ് US റെക്കഗ്നൈസ് ചെയ്തെന്നുള്ള ഒരു ന്യൂസ് വരുന്നത്. ഫോർത്ത് ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ സ്റ്റാർട്ടപ്പ് ഫോറം ഓർഗനൈസ്ഡ് ഇൻ ന്യൂഡൽഹി. ഇപ്പോ ഈ ഷാങ്ഹായ് കോർപ്പറേഷന്റെ 4th ഫോറം ന്യൂഡൽഹിയിലാണ് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്.
അപ്പോ ഇന്ത്യ സെക്കൻഡ് മീറ്റിംഗ് ആണ് ഇതിന്റെ ഓർഗനൈസ് ചെയ്യുന്നത് നവംബർ 2024 SCO സ്റ്റാർട്ടപ്പ് ഫോറം എന്ന് പറയുന്നത് 5.0 ജനുവരി 2025 ലോഞ്ച് ചെയ്യുന്നത്. SCOയുടെ 2024 പ്രസിഡൻസി റിപ്പബ്ലിക് ഓഫ് കസഖ്സ്ഥാൻ ആണ്. യൂണിറ്റാർ ഗ്ലോബൽ ഇ വേസ്റ്റ് മോണിറ്റർ റിപ്പോർട്ട്. ഇപ്പൊ യുണൈറ്റഡ് നേഷൻസിന്റെ 4th ഗ്ലോബൽ ഇ വേസ്റ്റ് മോണിറ്റർ റിപ്പോർട്ട്, ഇന്റർനാഷണൽ ടെലികമ്മ്യൂണിക്കേഷൻ യൂണിയൻ, അതുപോലെ യുണൈറ്റഡ് നേഷൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ട്രെയിനിങ് ആൻഡ് റിസർച്ചിൽ നിന്ന് എല്ലാം ചേർന്നിട്ടാണ് ഇത് റിപ്പോർട്ട് വരുന്നത്. അപ്പൊ വേൾഡിലെ ഇലക്ട്രോണിക് വേസ്റ്റ് ജനറേഷനുമായി ബന്ധപ്പെട്ട് ആണ് ഈ ഒരു റിപ്പോർട്ട് പുറത്തിറക്കുന്നത്. ഓക്കെ, അറൌണ്ട് 62 മില്യൺ ടൺസ് ഓഫ് ഇ വേസ്റ്റ് ആണ് 2022 ജനറേറ്റ് ആയത്. ഇത് ഇറ്റ്സ് എ track to reach 82 million tons in 2030. 2030 ആകുമ്പോഴേക്കും 82 മില്യൺ എത്തും എന്നുള്ളതാണ് ഇതിന്റെ ഒരു ട്രാക്ക് എന്ന് പറയുന്നത്. ഇപ്പൊ UN പറയുന്നത് 22% ഇ വേസ്റ്റ് എന്ന് പറയുന്നത് പ്രോപ്പർലി കളക്ട് ചെയ്ത് റീസൈക്കിൾ ചെയ്യാം 2022 ചെയ്തിരുന്നു. അപ്പൊ ഇത് എക്സ്പെക്ട് ചെയ്യുന്നത് 2030 ആകുമ്പോഴത്തേക്ക് 20% ഫോൾ ഇതിൽ വരും എന്നാണ്. അപ്പൊ റീസൈക്ലിംഗ് ആൻഡ് കളക്ഷൻ റേറ്റ് എന്ന് പറയുന്നത് 40% ആണ്, ടോപ്പ് ആയിട്ടാണ്, യൂറോപ്പിലാണ് നിൽക്കുന്നത്. വർക്ക് പെർ ക്യാപിറ്റൽ വേസ്റ്റ് ജനറേഷൻ ഇസ് ഹയസ്റ്റ്, അവിടെയാണ് പെർ ക്യാപിറ്റൽ വേസ്റ്റ് ജനറേഷൻ ഹയസ്റ്റ് ആയിരിക്കുന്നത്, നിയർലി 18 കിലോഗ്രാം ആണ് വരുന്നത്. അപ്പൊ ആഫ്രിക്കയിലും any of the 5 big global regions recycling and collection rates എന്ന് പറയുന്നത് 1% മാത്രമാണ്. മാർച്ച് 23 വേൾഡ് മെറ്റീരിയോളജിക്കൽ ഡേ ആയിട്ടാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. എല്ലാ വർഷവും മാർച്ച് 23 വേൾഡ് മെറ്റീരിയോളജിക്കൽ ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ സൊസൈറ്റിയുടെ വെൽഫെയറിന് വേണ്ടിയിട്ട് വെതറിന്റെയും ക്ലൈമറ്റ് ഇഷ്യൂസ് ഒക്കെ ഫോക്കസ് ചെയ്തുകൊണ്ട് സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു ഇതാണ് വേൾഡ് മെറ്റീരിയോളജിക്കൽ ഡേ. മാർച്ച് 23 1950 ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തത്. വേൾഡ് മെറ്റീരിയോളജിക്കൽ ഓർഗനൈസേഷൻ ആണ് ഇത് എൻഫോഴ്സ് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ തീം എന്ന് പറയുന്നത് 2023 ഏർലി വാർണിംഗ് ആൻഡ് ഏർലി ആക്ഷൻ ഹൈഡ്രോ മെറ്റീരിയോളജിക്കൽ ആൻഡ് ക്ലൈമറ്റ് ഇൻഫർമേഷൻ ഫോർ ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷൻ എന്നുള്ളതാണ്. ഇറ്റ് എംഫസൈസ് മോർ ഓൺ ഡിസാസ്റ്റർ മിറ്റിഗേഷനിലാണ് കൂടുതലായിട്ട് അവർ ഫോക്കസ് കൊടുക്കുന്നത്. മാർച്ച് 23 മാറ്റേഴ്സ് ഡേ, അതായത് ഷഹീദ് ദിവസമായിട്ട് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്. ഇത് ഇന്ത്യയിലെ വേരിയസ് ഇറ്റ് ഈസ് ഒബ്സർവ്ഡ് ഇൻ ഇന്ത്യ ഓൺ വേരിയസ് സ്റ്റേറ്റ്സ്. ഇന്ത്യയിൽ അത് വേറെ സ്റ്റേറ്റ്സിലാണ് മെയിൻ ആയിട്ട് വരുന്നത്, പക്ഷെ മാർച്ച് 28 ആണ് സിഗ്നിഫിക്കന്റ് ആയിട്ട് വരുന്നത്. ശരിക്കും നോക്കുകയാണെങ്കിൽ കറേജസ് ആയിട്ടുള്ള നമ്മുടെ ഫ്രീഡം ഫൈറ്റേഴ്സ് ഭഗത് സിംഗ്, ശിവറാം രാജ്ഗുരു, അതുപോലെ സുഖ്ദേവ് തപ്പാർ, ഇവരെല്ലാം ബ്രിട്ടീഷുകാർ ഹാങ് ചെയ്ത് അവരെല്ലാം വധിച്ച ദിവസമാണ് ഈ ഒരു ഡേ ആയിട്ട് വരുന്നത്. അപ്പൊ അഡീഷണലി ജനുവരി 13 മാർട്ടേഴ്സ് ഡേ ആയിട്ട് നമ്മൾ മഹാത്മാഗാന്ധിനെ അസാസിനേറ്റ് ചെയ്തതിന്റെ ഡേ ആയിട്ട് നമ്മൾ പറയാറുണ്ട്, കണക്കാക്കാറുണ്ട്. ഓക്കെ, മാർച്ച് 24 വേൾഡ് ട്യൂബർകുലോസിസ് ഡേ ആണ്. എല്ലാ വർഷവും മാർച്ച് 24 വേൾഡ് ട്യൂബർകുലോസിസ് ഡേ ആയിട്ടാണ് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത്. ഡോക്ടർ റോബർട്ട് കോച്ച് 1882 മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസിനെ ഡിസ്കവർ ചെയ്തത്. ഈ ബാക്ടീരിയമാണ് ട്യൂബർകുലോസിസ് എന്ന് പറയുന്ന ഡിസീസിന് കാരണമാകുന്നത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ടാണ് ഇങ്ങനെ ഒരു സെലിബ്രേഷൻ വരുന്നത്. സെലിബ്രേഷൻ അല്ല, അതായത് നമുക്കൊരു ഓർമ്മപ്പെടുത്തലാണ്. ട്യൂബർകുലോസിസ് എന്ന് പറയുന്നത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു രോഗം തന്നെയാണ്. അത് എങ്ങനെ അത് തിരിച്ചറിയണം, അതെങ്ങനെ ചികിത്സിക്കണം, അത്തരത്തിലുള്ള ഒരു കാര്യങ്ങളാണ് ഈ ഒരു ഡേയുടെ ഇമ്പോർട്ടൻസിലൂടെ ലോകത്തോട് പറയുന്നത്. ഈ ഡേ എന്ന് പറയുന്നത് TBയുടെ അവയർനെസ് എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോമിലും ഗ്ലോബൽ ഇംപ്ലിക്കേഷൻസിലും ഒക്കെ കൊണ്ടുവരിക എന്നുള്ളൊരു എയിമോട് കൂടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഡേ ഒബ്സർവ് ചെയ്യുന്നത്. PM മോദി ബെസ്റ്റ് ഔഡ് വിത്ത് ഭൂട്ടാൻസ് ഹയസ്റ്റ് സിവിലിയൻ അവാർഡ് ഓർഡർ ഓഫ് ദി ദ്രക് ഗയാൽപോ. ഇപ്പൊ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിജി ഭൂട്ടാന്റെ ഹയസ്റ്റ് സിവിലിയൻ അവാർഡ് ആയിട്ടുള്ള ഓർഡർ ഓഫ് ദ്രക് ഗയാൽപോ എന്ന് പറയുന്ന ഒരു അവാർഡ് കിട്ടിയിരിക്കുകയാണ്. ഈ ഓണർ കിട്ടുന്ന ഫസ്റ്റ് ഫോറിൻ ഹെഡ് ഓഫ് ഗവൺമെന്റ് ആണ് നരേന്ദ്രമോദിജി. ഇപ്പോ ഭൂട്ടാന്റെ കിങ് ജിഗ്മെ ഗെസാർ നംഗ്യേൽ വാങ് ചുക് ആണ് ഇത് പ്രസന്റ് ചെയ്തത്. അദ്ദേഹത്തിന്റെ ഇന്ത്യ ഭൂട്ടാൻ റിലേഷൻസ് ഇൻക്രീസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ ഔട്ട്സ്റ്റാൻഡിംഗ് കോൺട്രിബ്യൂഷൻസും ഒക്കെ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ ഒരു അവാർഡ് അദ്ദേഹത്തിന് നൽകിയത്. ഇന്ത്യ ലോഞ്ചസ് ഓപ്പറേഷൻ ഇന്ദ്രാവതി ടു ഇവാക്യുവേറ്റ് 12 നാഷണൽസ് ഫ്രം ഹൈത്തി ടു ഡൊമിനിക്കൻ റിപ്പബ്ലിക്. ഇന്ത്യ ഓപ്പറേഷൻ ഇന്ദ്രാവതി, അതായത് ഹൈത്തിയിൽ നിന്ന് ഡൊമിനിക്കൻ റിപ്പബ്ലിക്കിലേക്ക് നാഷണൽസിനെ ഇവാക്യുവേറ്റ് ചെയ്യുന്ന ഒരു ഓപ്പറേഷൻ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ഹെയ്ത്തി എന്ന് പറയുന്നത് വളരെ മേജർ ആൻഡ് വയലന്റ് ഇഷ്യൂസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. 80% ഓഫ് ദ കൺട്രിയുടെ ക്യാപിറ്റലും ആംഡ് ഗാങ്സിന്റെ കയ്യിലാണ്. പോർട്ട് ഓഫ് പ്രിൻസ് ലോക്കിംഗ് പ്രൈം മിനിസ്റ്റർ ഏരിയൽ ഹെൻറി ഔട്ട് ഓഫ് ദ കൺട്രി ആൻഡ് ട്രിഗറിംഗ് ഹിസ് റിസിഗ്നേഷൻ. അദ്ദേഹത്തിന്റെ അവിടുത്തെ PM നെ ഔട്ടാക്കിക്കൊണ്ട് അദ്ദേഹത്തിന്റെ റിസിഗ്നേഷൻ
വാങ്ങിയിട്ട് ആ ഭാഗങ്ങളെല്ലാം പിടിച്ചെടുത്തിരിക്കുകയാണ്. India first battery storage gigafactory to start operations in Jammu Kashmir. അപ്പോൾ good enough energy എന്ന് പറയുന്നത് will set up a battery energy storage system. Gigafactory ഇന്ത്യയിലെ ജമ്മു കാശ്മീരിൽ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. 7 gigawatt hour ആണ് കപ്പാസിറ്റി പെർ അവർ ആണ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഇപ്പൊ ഫുൾ സ്കെയിലിലെ ഫാക്ടറിയിൽ 20 ഗിഗാവാട്ട് കപ്പാസിറ്റി 2026 ആകുമ്പോഴത്തേക്കും വരും. ഈ ഫെസിലിറ്റി എന്ന് പറയുന്നത് 5 million tons ഓഫ് കാർബൺ എമിഷൻ ഇൻ ഇയർ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻഡസ്ട്രീസിൽ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോ ഇന്ത്യ 2070 ഒരു ഗോൾ സെറ്റ് ചെയ്തിട്ടുണ്ട്, നെറ്റ് സീറോ എത്തണം എന്നുള്ളത്. അപ്പൊ അതിലേക്ക് ഇത് കോൺട്രിബ്യൂട്ട് ചെയ്യും. ഇന്ത്യൻ ഗവൺമെന്റ് $452 million ഇൻസെന്റീവ്സ് ആണ് ഇവിടെ ഈ പ്രോഗ്രാം ഇംപ്ലിമെന്റ് ചെയ്യുന്ന ബാറ്ററി സ്റ്റോറേജ് പ്രൊഡക്റ്റിന് വേണ്ടിയിട്ട് കമ്പനീസിന് കൊടുക്കുന്നത്. ISRO സക്സസ്ഫുള്ളി കണ്ടക്ട്സ് പുഷ്പക് റീയൂസബിൾ ലാൻഡിംഗ് വെഹിക്കിൾ ലാൻഡിംഗ് എക്സ്പെരിമെന്റ്. ISRO ഒരു മേജർ മൈൽ സ്റ്റോൺ തന്നെ നടത്തിയിരിക്കുകയാണ്. അതായത് റീയൂസബിൾ ആയിട്ടുള്ള ലോഞ്ച് വെഹിക്കിൾ ടെക്നോളജി കൊണ്ടുവന്നിരിക്കുകയാണ്. RLV LEX-02 ലാൻഡിംഗ് എക്സ്പെരിമെന്റ് സെക്കൻഡ് ഓഫ് ദി സീരീസ് എയറോനോട്ടിക്കൽ ടെസ്റ്റ് റേഞ്ച് ചിത്രദുർഗ കർണാടകയിൽ വെച്ച് അവർ കണ്ടക്ട് ചെയ്തിരിക്കുകയാണ്. ഈ മിഷൻ സക്സസ്ഫുള്ളി സിമുലേറ്റ് ചെയ്യുന്നത് ഹൈ സ്പീഡ് ലാൻഡിംഗ് കണ്ടീഷൻസ് ഫോർ RLV റിട്ടേണിംഗ് ഫ്രം സ്പേസ്. പുഷ്പക് RLV TD എന്ന് പറയുന്നത് ഓട്ടോണമസ്ലി വളരെ പ്രിസിഷനോട് കൂടി തന്നെ ഓഫ് നോമിനൽ പൊസിഷനിൽ നിന്ന് റൺവേയിലേക്ക് വരുന്ന ഒരു ലാൻഡിംഗ് വെഹിക്കിൾ ആണ്. ഇതിന്റെ വിങ്ഡ് ബോഡി ഓൾ ഫ്ലൈറ്റ് സിസ്റ്റംസ് എന്ന് പറയുന്നത് RLV LEX-01 ആണ്. ഇത് റീയൂസ് ചെയ്യാൻ പറ്റും. ഇതാണ് RLV LEX-02 മിഷനിലേക്ക് റീയൂസ് ചെയ്യപ്പെടുന്നത് ഡ്യൂ ടു സർട്ടിഫിക്കേഷൻ ആഫ്റ്റർ ഡ്യൂ സർട്ടിഫിക്കേഷൻ ആൻഡ് ക്ലിയറൻസ്. ഈ റീയൂസ് കാപ്പബിലിറ്റി എന്ന് പറയുന്നത് ഫ്ലൈറ്റ് ഹാർഡ്വെയർസിലും ഫ്ലൈറ്റ് സിസ്റ്റത്തിലൊക്കെ വളരെ എന്താ പറയാ വളരെ നമുക്ക് ആവശ്യമുള്ള ഒരു സ്റ്റെപ്പാണ്. ഓക്കെ, ആസ്ട്രോയിഡ് നെയ്മഡ് ആഫ്റ്റർ പ്രൊഫസർ ജയൻ മൂർത്തി ഓഫ് ബാംഗ്ലൂർ. ഇന്റർനാഷണൽ ആസ്ട്രോണമിക്കൽ യൂണിയൻ ആസ്ട്രോയിഡ് നമ്മുടെ പ്രൊഫസർ ബാംഗ്ലൂരിലുള്ള ഒരു പ്രൊഫസറാണ് പ്രൊഫസർ ജയൻ മൂർത്തി, അദ്ദേഹത്തിന്റെ പേര് നൽകിയിരിക്കുകയാണ്. ഹീസ് എ ഫോമർ ആക്ടിംഗ് ഡയറക്ടർ ഓഫ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആസ്ട്രോഫിസിക്സ് ബാംഗ്ലൂർ. അപ്പോൾ അദ്ദേഹത്തിന്റെ നാസയില് ന്യൂ ഹൊറിസോൺ സയൻസ് ടീമിൽ അദ്ദേഹം വർക്ക് ചെയ്തിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ ആ ഒരു വർക്കിനെ റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മെയിൻ ആയിട്ട് അദ്ദേഹം അൾട്രാവയലറ്റ് ബാക്ക്ഗ്രൗണ്ട് റേഡിയേഷൻ യൂണിവേഴ്സിലുള്ള അതിൽ ഒബ്സർവ് ചെയ്തിട്ടുള്ള വർക്കുകളാണ് ചെയ്തിരുന്നത്. ആസ്ട്രോയിഡ് 2005 EX-296നെ ഡിസിഗ്നേറ്റഡ് ആസ് ജയന്ത് മൂർത്തി. അതിന് ആ ആസ്ട്രോയിഡിനാണ് ജയന്ത് മൂർത്തി എന്നുള്ള പേര് കൊടുത്തിരിക്കുന്നത്. ആസ്ട്രോയിഡ് ജയന്ത് മൂർത്തി എന്ന് പറയുന്നത് MW കിറ്റ്പീക്ക് നാഷണൽ ഒബ്സർവേറ്ററി അറിസോണ USA വെച്ചിട്ട് 2005 അതിനെ ഒബ്സർവ് ചെയ്തത്, ആദ്യമായിട്ട് ഡിസ്കവർ ചെയ്തത്. ഇന്ത്യസ് സഥിയാൻ ഗണശേഖരൻ ക്ലിഞ്ചസ് മെൻസ് സിംഗിൾസ് ടൈറ്റിൽ അറ്റ് വേൾഡ് ടേബിൾ ടെന്നീസ് ഫീഡർ. ഇന്ത്യയിലെ ടേബിൾ ടെന്നീസ് ഇന്ത്യസ് സഥിയാൻ ഗണശേഖരൻ has clinched the men's single title at WTT feeder pair tournament in Lebanon. But Sathiyan defeated Capatrio Manav Vikas Takhar. Okay. But Sathiyan became the first ever Indian to win men's singles title. WTT feeder series event ആദ്യത്തെ men's single title കിട്ടുന്ന ഒരു ഇന്ത്യൻ ആയിട്ട് മാറിയിരിക്കുകയാണ്. ദിയ ചിഥാലെ മാനുഷ് ഷാ won mixed doubles. അവർ mixed doubles വിൻ ചെയ്തിരിക്കുകയാണ്. UN General Assembly approves first resolution on artificial intelligence. അപ്പൊ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് UN General Assembly ഒരു റെസൊല്യൂഷൻ അപ്രൂവ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ബെനിഫിറ്റ്സ് all nations and respects human rights and is safe and secure and trustworthy. അപ്പോൾ ഹ്യൂമൻ റൈറ്റ്സിനെ റെസ്പെക്ട് ചെയ്തുകൊണ്ട് സേഫ് ആൻഡ് സെക്യൂർ ആയിട്ടുള്ള AI വേണം ഈ രാജ്യങ്ങളിൽ നടപ്പിലാക്കാൻ എന്നുള്ള ഒരു റെസൊല്യൂഷൻ ആണ് UN പാസ്സായിരിക്കുന്നത്. ഈ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് ഡിജിറ്റൽ ഡിവൈഡ് ബിറ്റ്വീൻ ഡെവലപ്ഡ് റിച്ച് കൺട്രീസ് ആൻഡ് പ്യൂർ ആൻഡ് ഡെവലപ്പിംഗ് കൺട്രീസ് അവർ തമ്മിലുള്ള ആ ഒരു ഡിമാർക്കേഷൻ ഡിജിറ്റൽ ഡിവൈഡ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. അതുപോലെ തന്നെ AI ദൂഷ്യഫലങ്ങൾ മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. Tennessee just became the first state to protect musicians and other artists against AI.
ടെന്നീസി എന്ന് പറയുന്നത് US-ലെ ഒരു സ്റ്റേറ്റ് ആണ്, സൗത്ത് സെൻട്രൽ പാർട്ടിൽ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന ഒരു സ്റ്റേറ്റ് ആണ്. ക്യാപിറ്റൽ സിറ്റി നാഷ്വില്ലെ എന്ന് പറയുന്നതാണ്. അവരൊരു ബില്ല്, വളരെ വിചിത്രമായിട്ടുള്ള ഒരു ബില്ല് പാസ്സാക്കിയിരിക്കുകയാണ്. അതായത് AI ടൂൾസ് യൂസ് ചെയ്തുകൊണ്ട് പല ആർട്ടിസ്റ്റുകളുടെയും വോയിസ് ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ടുള്ള സോങ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള മ്യൂസീഷ്യൻസിന്റെ മറ്റ് ആർട്ടിസ്റ്റുകളെയും AI-യുടെ അഗെയിൻസ്റ്റ് ആയിട്ട് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബില്ല് ടെന്നീസ് ഗവൺമെന്റ് ബില്ല് പാസ്സാക്കിയിരിക്കുകയാണ്. ഓക്കെ, ജൂലൈ 1 മുതലാണ് ഈ ബില്ല് ഇഫക്റ്റീവ് ആകുന്നത്. US, UK and Australia entered agreement to build Australia's SSN AUKUS submarines. അപ്പൊ അണ്ടർ ന്യൂ ട്രൈലാറ്ററൽ സെക്യൂരിറ്റി പാർട്ണർഷിപ്പ്, അത് ഓസ്ട്രേലിയയും US-ഉം UK-യും തമ്മിലുള്ള പാർട്ണർഷിപ്പ് ആണ്. അവര് SSN AUKUS സബ്മറൈൻസ് റോയൽ ഓസ്ട്രേലിയൻ നേവി ക്ക് വേണ്ടിയിട്ട് ബിൽഡ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പൊ SSN AUKUS എന്ന് പറയുന്നത് ഇന്റലിജൻസ്, സർവൈലൻസ്, അതുപോലെ അണ്ടർസീ വാർഫെയർ, സ്ട്രൈക്ക് മിഷൻസ് ഇതെല്ലാം ഉണ്ടായിരിക്കും. ഓക്കെ, and will provide maximum interoperability among AUKUS partners. ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു.